ഹലോ ഹലോ എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലോട്ട് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു പല പല കാരണങ്ങളാൽ. അതുകൊണ്ട് ഈ ആഴ്ച നമ്മൾ നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാൻ പോവുകയാണ്. അതായത് ബാലസാഹിത്യം നമ്മൾ മലയാളം കുറെ കവർ ചെയ്തെങ്കിലും ഇംഗ്ലീഷിൽ ഒരുപാട് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ ഇത്തവണ അതിലോട്ടാണ് പോകുന്നത്. വിത്ത് മീ ആർ കൃഷ്ണകുമാർ, ലേഖ ആൻഡ് അനൂപ്. ദിസ് ഇസ് സന്ദീപ്. അപ്പോ തുടങ്ങാല്ലേ? ഇത്തവണ എനിക്ക് ഒന്ന് കൃഷ്ണകുമാർ കിക്ക് ഓഫ് ചെയ്യട്ടെ. കോഫിയും ആക്ച്വലി ബാലസാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യമാണെങ്കിൽ സ്കൂൾ ലൈബ്രറിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കൂൾ ലൈബ്രറി ഞാൻ ഫിഫ്ത്ത് മുതൽ അമൃത വിദ്യാലയത്തിലാണ് പഠിച്ചത്. അപ്പോൾ കുറച്ച് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ലൈബ്രറി ആയിരുന്നു. അപ്പോൾ അതിനകത്ത് കൂടുതലും അബ്രിഡ്ജ് വേർഷൻസ് ഓഫ് ക്ലാസിക്സ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഓർമ്മയുള്ളത്, അതായത് അതിൽ ഏറ്റവും എന്താ പറയുക, അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മീൻസ് ആൺകുട്ടികൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്ന അങ്ങനത്തെ സാധനങ്ങളാണ്. അപ്പം ഒരാൾ വായിച്ച് സീനിയേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്ന ബുക്സ് ആയിരിക്കും നമ്മൾ ആദ്യം വരുന്നത്. അപ്പോൾ ഗൊറില്ല ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കിങ് സോളമൻ മൈൻസ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. എനിക്ക് ഓതറിൻ്റെ പേര് ഓർമ്മയില്ല, പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇത് എനിക്ക് തോന്നുന്നു ഗൊറില്ല ഹണ്ടേഴ്സിന്റെ തുടർച്ചയാണോ കിങ് സോളമൻ മൈൻസ്, സെയിം ടീമാണോ എന്ന് എനിക്കറിയില്ല. ഈ അലൻ ക്വാർട്ടർമെയിൻ ഉള്ള അലൻ ക്വാർട്ടർമെയിൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്. പിന്നെ സെലക്ട് ചെയ്തിട്ട് അവസാനം വായിച്ച് തീർക്കാൻ പറ്റാത്ത സാധനങ്ങളുണ്ട്. ലൈക്ക് എനിക്ക് തോന്നുന്നത് സംതിങ് അബൌട്ട് എ ജെം, എൻ്റെ പേര് ഓർമ്മയില്ല. ബ്ലൂ കാർബങ്കിളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അത് അങ്ങനത്തെ സംഭവങ്ങൾ. ഷെർലക് ഹോംസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മൾ അതിന്റെ കവറൊക്കെ കണ്ടിട്ട് ഭയങ്കര ആകർഷണീയമായ കവറൊക്കെയാണെന്ന് വിചാരിച്ച് തുറന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജ് പറ്റില്ല, നമ്മുടെ ആ ഏജ് ഗ്രൂപ്പിന് പറ്റാത്തതായിരിക്കും. ഒരു 10th ആ ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൊച്ചച്ഛൻ ഒരു ട്രങ്ക് പെട്ടി, കൊച്ചച്ഛൻ്റെ അല്ല മുത്തച്ഛൻ്റെ ഒരു ട്രങ്ക് പെട്ടി ഉണ്ട്, പഴയൊരു സംഭവമുണ്ട്. അതിനകത്ത് കുറേ ബുക്സ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. പുഷ്തൈനി എന്ന് പറയില്ലേ, അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയ കുറേ ബുക്സ് ഉണ്ട്. അതിൽ കൊച്ചച്ഛൻ അവിടെ കോയമ്പത്തൂർ അവരുടെ ഒരു റോയൽസോ പുഷ്തൈനി യൂസ് ചെയ്തിട്ടാണ്. ഇല്ല, പുഷ്തൈനി ഞാൻ പണ്ട് ഉപയോഗിക്കാറില്ല. പദമാണ്. പണ്ട് ഹിന്ദി ഒരുപാട് സീരിയല് കണ്ടിട്ടായിരിക്കാം. ആക്ച്വലി ഇതിൽ ഈ കൊച്ചച്ഛന് മറ്റേ ഗിഫ്റ്റ് കിട്ടിയ കുറേ ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞ ഒരു റഷ്യൻ മറ്റേ, അതായത് ഫോക്ക് ടെയിൽസ് ഫ്രം അറൗണ്ട് ദ വേൾഡ് ഒക്കെ ഉണ്ടല്ലോ, ഹാർഡ് കവേർഡ് കുറേ ഫോക്ക് ടെയിൽസ് ഉള്ളത്. മറ്റേ ഞാനന്ന് ഒരു ഒരു ഇതിൻ്റെ കാര്യം പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ലിസാർഡ് ദാറ്റ് ബിക്കംസ് എ ലേഡി, ഐ മീൻ ഒരു ഫെയറിയാണ്, എന്നിട്ട് ദി മാൻ ബിക്കംസ് ഗ്രീഡി, ഐ മീൻ അതുമായിട്ട് ഇഷ്ടത്തിലാവുന്നതും ആ കഥ, ഗോൾഡൻ ഗൂസ് പോലത്തെ കഥ. അപ്പോൾ ആ ടൈപ്പ് കഥയൊക്കെ ഉള്ളൊരു ബുക്കും. പിന്നെ കുറേ അബ്രിഡ്ജ് വേർഷൻസ് ആണ്, ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. സത്യം പറഞ്ഞാൽ ടെയിൽ ഓഫ് ടു സിറ്റീസ് ഒക്കെ ഞാൻ വായിക്കാൻ വൈകിപ്പോയി, കാരണം ഈ പുസ്തകങ്ങളുടെ ഒന്നും വില അപ്പം നമുക്ക് അറിയില്ല. ഒന്നാമത് ഇത് പൊടിഞ്ഞു തുടങ്ങിയ ബുക്കുകളാണ്. ഇതിൻ്റെ 2 ചട്ടയും എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും. ഞാൻ അതിനകത്ത് പെൻസിൽ വെച്ച് എന്തൊക്കെയോ സ്ക്രിബിളൊക്കെ ചെയ്തു വളരെ ചെറിയ പ്രായത്തിൽ. പക്ഷെ ഒരു 10th അടുത്തെത്തുമ്പോൾ ഞാൻ ഈ സാധനം മുഴുവൻ വായിച്ചിട്ട് ആകെ സത്യം പറഞ്ഞാൽ അന്തം വിട്ട് നിന്ന് പോയിട്ടുണ്ട്. കാരണം ടെയിൽ ഓഫ് ടു സിറ്റീസ് ഒക്കെ തീർന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ ട്വിസ്റ്റ് ഒക്കെ വരുമ്പോൾ, അക്കാലത്ത് അതൊക്കെ പോസിബിൾ ആയിരിക്കാം. ലൈക്ക് ആൾമാറാട്ടം നടത്തിയാണല്ലോ നായകൻ രക്ഷപ്പെടുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഡിക്കൻസിന്റെ ഫാനായിരുന്നു ആ സമയത്ത്. കാരണം എൻ്റെ കയ്യിലുള്ള ബുക്സ് ഒക്കെ ഡിക്കൻസിന്റെ ആയിരുന്നു. ടെയിൽ ഓഫ് ടു സിറ്റീസ് ആൻഡ് പിന്നെ നമ്മുടെ ഹക്കിൾബറി ഫിൻ ആൻഡ് ടോം സോയർ, രണ്ടും. ടോം സോയർ പഠിക്കാനുണ്ടായിരുന്നു. ടോം സോയറിന്റെ ആ ഒരു ചാപ്റ്റർ ഇല്ലേ, അതായത് പെയിന്റ് ചെയ്യുന്ന ചാപ്റ്റർ, അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവുന്നതാന്ന് തോന്നുന്നു. ആപ്പിള് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആപ്പിള് മറ്റേ ആദ്യം ആപ്പിള് അല്ല, അത് പുള്ളി സെല്ല് ചെയ്യും ബേസിക്കലി. പെയിന്റ് ചുമര് പെയിന്റ് ചെയ്യാൻ പറയും. ഇപ്പൊ പെയിന്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളി അവിടെ നിന്നിട്ട് വരുന്ന പിള്ളേരുടെ അടുത്തൊക്കെ പറയും, ഇതൊന്നും ഡെയിലി ഒന്നും കിട്ടുന്ന സാധനമല്ല എന്നൊക്കെ പറയും. അപ്പൊ പിള്ളേര് പിന്നെ അവിടെ നിന്ന് കെഞ്ചി 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 അവസാനം ഇവൻ അവരുടെ കയ്യിൽ നിന്ന് സാധനവും വാങ്ങിക്കുകയും ചെയ്യും, അവന്മാരെ കൊണ്ട് പെയിന്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. വെരി എന്റർപ്രൈസിങ് ചൈൽഡ് ആയിരുന്നു. അതെ, അതായത് ഒരു ചോറിനെയാണ് വിൽക്കുന്നത്. ആക്ച്വലി ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായ ഒരു ടാസ്കിനെ പുള്ളി വിറ്റിട്ട് അവരെ കൊണ്ട് എല്ലാ പണി എടുപ്പിച്ചു.
പിന്നെ അതില് പക്ഷെ ഈ ഒരു ചാപ്റ്റർ വെച്ച് അത് തീരുന്നില്ലല്ലോ. ടോം സോയറിനകത്ത് പല ഒരു അഡ്വഞ്ചേഴ്സ് പുസ്തകമുണ്ട്. അതെ അതെ അതെ. ആക്ച്വലി അഡ്വഞ്ചേഴ്സ് ആണ്. അപ്പോൾ അതിലൊരു അതില് സൈഡ് ക്യാരക്ടറാണ് ഹക്കിൾബെറി ഫിൻ. എന്നിട്ട് യെസ് ആ ഹക്കിൾബെറി ഫിന്നെ വെച്ചിട്ടാണ് അടുത്ത പുസ്തകം അടുത്ത ഇട്ടത്. ബുക്ക് വരുന്നത്. പക്ഷെ ഹക്കിൾബറി ഫിൻ എനിക്കിപ്പോൾ ഓർമ്മയില്ല. പണ്ട് ഏതോ ഒരു മാഗസിൻ, ആക്ച്വലി ഒരു മാതൃഭൂമിയോ മനോരമയോ അങ്ങനെ ഏതോ ഒരു പത്രത്തിൽ ഹക്കിൾബറി ഫിൻ സീരിയലൈസ് ആയിട്ട് കോമിക്സ് ആയിട്ട് വന്നിരുന്നു. അത് ഓർമ്മയില്ല, മലയാളത്തിലൊക്കെ ആക്കിയിട്ട് ഒരു കോമിക് വന്നിരുന്നു. അപ്പോൾ അതിലാണെങ്കിൽ ഹക്കിൾബറി ഫിൻ കുറച്ചുകൂടി ഓർമ്മ. ഞാൻ പുസ്തകം വായിച്ചത് എനിക്കിപ്പോഴും ക്ലിയർ ആവുന്നില്ല. ടോം ഉം. സോയർ പക്ഷെ ഞാൻ 2-3 വട്ടം വായിച്ചതുകൊണ്ട് എനിക്കറിയാം. കാരണം അതിനകത്ത് സൈഡ് ക്യാരക്ടേഴ്സ്, പിന്നെ ഇവർ ഈ ട്രഷർ ഒരു ട്രഷർ അല്ല, ഒരു പൈറേറ്റോ, ഒരു ബാൻഡിറ്റിന്റെ ഒരു കോവ് കണ്ടുപിടിക്കുന്നതും. ഒരു ഒരു നേറ്റീവ് അമേരിക്കൻ ആൾ ഇഞ്ചുൻ ജോ എന്നും പറഞ്ഞിട്ട്. ഇഞ്ചുൻ ജോ ആ യെസ്. അത് അങ്ങനെയുള്ള അത് അവസാനം അയാളുടെ ഡെഡ് ബോഡി കാണുന്ന ഒരു സീനുണ്ട്. ഒരു ഗുഹയ്ക്കകത്തോട്ട് പോയിട്ട് അവിടെ അവൻ വഴി തെറ്റിയിട്ട് ഗുഹയ്ക്കകത്ത് ഇഞ്ചുൻ ജോ ചത്ത് കിടക്കുന്ന കാണാം. അത് ഭയങ്കര ചിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീനായിരുന്നു. ചെറിയൊരു ഹൊറർ എഫക്റ്റ് ഉള്ളതാണ്. അതെ അതെ. ആ എനിക്ക് അതിൽ ഇപ്പോഴും ഓർമ്മയുള്ളത് ബൂട്ട്സ്, പുള്ളിക്ക് വിശപ്പ് വന്നിട്ട് ബൂട്ട്സ് ഏതാണ്ട് അല്ലെങ്കിൽ ബെൽറ്റോ ഏതാണ്ട് കടിച്ച് കടിച്ച് തിന്നതായിട്ട് തിന്നിട്ടുണ്ട് ഇഞ്ചുൻ ജോ. അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ പറ്റാതെ വിശപ്പ് കാരണം. എനിക്കിതൊന്നും ഓർമ്മയില്ല. ഞാൻ ടോം സോയർ വായിച്ചത് മാത്രം ഓർമ്മയുണ്ട്. 10ാം ക്ലാസ്സിലെ എനിക്ക് വെക്കേഷന് ഓർമ്മയില്ലായിരുന്നു. മുത്തച്ഛന്റെ ലൈബ്രറിയിൽ നിന്ന് വായനശാലയിൽ നിന്ന് എടുത്ത് വായിച്ചതാണ്. ഓക്കെ. എനിക്ക് ആ. ടോം സോയർ നല്ലോണം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അതില് പെയിന്റ് അടിക്കുന്ന പരിപാടിയില്ലേ, അതുപോലെ ഒന്ന് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനല്ല ടോം സോയർ, വേറെ ആരോ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഹൗ അല്ല, മച്ച് ആ പ്രായത്തിൽ ടോം സോയർ വായിക്കണമായിരുന്നു. പുള്ളി ലൈഫിൽ വായിച്ചിട്ടുണ്ടാവണം മറ്റേ ആള്. പുള്ളി വായിച്ചു. മറ്റേ ആള് വായിച്ചിട്ട് ആക്ച്വലി പിന്നെ ഉള്ളത് 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആണ്. അതിനകത്തുണ്ടായിരുന്ന എനിക്ക് 3 ബുക്സ് ഓർമ്മയുണ്ട്. ആ 3 ബുക്കും എനിക്ക് വായിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു 2 വായിക്കാൻ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളതിന്റെ പേജ് ഇതുപോലെ തന്നെ എൻ്റെ എന്താ പറയാ മണ്ടത്തരം കാരണം ഞാനത് കുറേയൊക്കെ കീറിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ട്. ദ അതില് കേസ് ഓഫ് ദ സ്റ്റട്ടറിംഗ് പാരറ്റ്. ദ കേസ് ഓഫ് ഒരു കേവ് മാൻ്റെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസിങ് ഡെവിൾ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ദ കേസ് ഓഫ് ഡാൻസിങ് ഡെവിൾ. അതായത് എങ്ങനെ വന്നു കഴിഞ്ഞാലും ഇവർ പറയുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആ 3 കുട്ടികൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റിഗേഷൻ സൂപ്പർ നാച്ചുറൽ ആണ്, പക്ഷെ അവസാനം അതിനൊരു നല്ല എക്സ്പ്ലനേഷൻ ഉണ്ട്. സ്കൂബിഡു, ആക്ച്വലി സ്കൂബിഡുയുടെ അതേ പ്രിമൈസ് ആണ് ഇതിന്. അതെ അതെ. എന്തെങ്കിലും പക്ഷെ ഒരു പക്ഷെ കുറച്ചുകൂടി വളരെ സീരിയസ് ഇൻവെസ്റ്റിഗേഷനും വളരെ പേടിയാവുന്ന സിറ്റുവേഷൻസും ആണ്. പേടിയാവുന്ന സിറ്റുവേഷൻസ് മാത്രമല്ല, എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 3 പേർക്കും 3 ക്യാരക്ടേഴ്സാണ്. അതായത് 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സിനും 3 ഇതാ കൊടുത്തിരിക്കുന്നത്. ഈ ജൂപ്പിറ്റർ ജോൺസ് പേരുള്ള മെയിൻ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ പുള്ളിയാണ് അതിൽ ഏറ്റവും എന്താ പറയാ അനലിറ്റിക്കൽ സ്കിൽസ് കൂടുതൽ പുള്ളിക്കാണ്. ബാക്കി 2 പേരിൽ ഒരാൾ മസിലാണ് ടീമിന്റെ. മറ്റേ ചങ്ങായി, അതായത് എനിക്ക് തോന്നുന്നു ബോബ് ക്രെൻഷോ ആണെന്ന് തോന്നുന്നു. പുള്ളി ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ റെക്കോർഡ്സ് ഒക്കെ, അതായത് പഴയ സാധനങ്ങളൊക്കെ ഓർത്തെടുക്കുന്നതും അങ്ങനെയുള്ള മെമ്മറി കുറച്ചുകൂടി കൂടുതൽ അങ്ങേർക്കാണ്. ഇവര് 3 പേർക്കും 3 ഇത് കൊടുത്തത് കൊണ്ട് അത് വളരെ, എനിക്ക് തോന്നുന്നു വളരെ ചിലപ്പോൾ തോന്നും ജൂപ്പിറ്റർ ജോൺസൺ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പുള്ളി ഇതിലെ സ്റ്റാർ ആണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. പക്ഷെ ചില എപ്പിസോഡ്സ്, ചില എന്താ പറയുക, ചില ജങ്ക്ചേഴ്സ് വരുമ്പോൾ മറ്റവരുടെ ഇമ്പോർട്ടൻസ് അവർ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരിക്കലും ഇയാൾ അതിന്റെ മെയിൻ ക്യാരക്ടർ എന്ന് തോന്നിക്കില്ല. അങ്ങനെ അതിന്റെ ഒരു 3 സംഭവങ്ങൾ. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ പുറകില് ഈ ബാക്കിയുള്ള അഡ്വഞ്ചേഴ്സ് കാണിച്ച് കൊതിപ്പിക്കും. അതായത് അതിന്റെ കവർ എന്തായാലും നല്ല ഭംഗിയാണ്. ബാക്കിയുള്ള നല്ല ഇതില് കവേഴ്സ് ആയിരുന്നു. നല്ല കവേഴ്സ് ആയിരുന്നു. ഇതിന്റെ ഞാൻ നാൻസി ഡ്രൂം ഹാർഡി ബോയ്സും വായിക്കുന്നതിന്റെ ഇടയ്ക്കാണ് എനിക്ക് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആൻഡ് 3 ഇൻവെസ്റ്റിഗേറ്റ്സ്, അതാണ് ഫസ്റ്റ് ബുക്ക്. അതിന്റെ കഥയിൽ അതൊരു മാത്സ് പ്രോബ്ലം അവർ സോൾവ് ചെയ്യുന്നുണ്ട്. അതിന്റെ എൻഡില് ഒരു പിജിയൻ റൂബി എന്തോ ആണ് അവർ കണ്ടുപിടിക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ അത് എനിക്കിപ്പോ വായിച്ചിട്ട് ഇന്നപ്പോ അത്ര വലിയ കാര്യമായിട്ട് ആർക്കും തോന്നില്ലായിരിക്കും. പക്ഷെ അവരൊരു മലയിൽ നിന്ന് എന്തോ ഷാഡോ ഏതോ ഒരു സമയത്ത് വരുമ്പോ അതാണ് ആ പോയിന്റ്, അവര് ആ റൂബിയുടെ പൊസിഷൻ അവര് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഒരു ഇതൊക്കെ ഉണ്ട്. കുറെ മാത്സ് ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് പൈതഗോറസ് തിയറി ഒക്കെ ഉണ്ട്. ഞാൻ ഭയങ്കര ഫാസിനേറ്റ്, ബിക്കോസ് നാൻസി ഡ്രൂം ഹാർഡി ബോയ്സും കുറെയൊക്കെ ബ്രൂട്ട് ഫോഴ്സും കുറച്ചൊക്കെ ലക്കും കൊണ്ടാണ്, അല്ലാണ്ട് സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിക്കുന്നതല്ല. പക്ഷെ ഇവരങ്ങനെയല്ല, റിയൽ പസിൽസ് ആണ് ശരിക്കും. എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് അവർ ചെയ്യുന്നത് റിയൽ പസിൽസ് ആണ്. അതില് ഞാൻ വായിച്ച ഒരെണ്ണം ഉണ്ടായിരുന്നത് കേസ് ഓഫ് എ സ്റ്റട്ടറിംഗ് പാരറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു തത്തയുണ്ട്. ആ
തത്ത ഷെർലക് ഹോംസ് ഇയാളെ നമ്മുടെ ഷേക്സ്പിയറിനെ കോട്ട് ചെയ്യാണ്. ഷേക്സ്പിയറിനെ കോട്ട് ചെയ്ത് ടു ബി ഓർ നോട്ട് ടു ബി ദാറ്റ് ഇസ് ദ പ്രോബ്ലം അല്ലേ. അപ്പൊ അതിന് പകരം ടു ബി ഓർ നോട്ട് ടു ബി ദാറ്റ് ഇസ് ദ പ്രോബ്ലം എന്നാണ് ഇത് പറയുന്നത്. അവസാനമാണ് അറിയുന്നത് അത് റെഫറൻസ് ടു ഷെർലക് ഹോംസ് ആണ്. 222B ബേക്കർ സ്ട്രീറ്റ് അല്ലേ പുള്ളിയുടെ അഡ്രസ്. ഓക്കെ 221B അല്ലേ 221B. ആ 221B ആണ് കറക്റ്റ്. അപ്പൊ അതിന്റെ അടുത്തുള്ള വീട്ടിൽ എന്താണ് ഈ സംഭവം അന്വേഷണം നടക്കുന്നത്. അപ്പോ അത് വെച്ചിട്ടുള്ളതാണ്. അത് നല്ലതായിരുന്നു. അതാണ് ഞാൻ ഫസ്റ്റ് വായിച്ചത്. എനിക്ക് ഇപ്പം തിരുവനന്തപുരത്ത് മറ്റേ ജവഹർ ബാലഭവൻ ഉണ്ടായിരുന്നു, അവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ് ആദ്യത്തെ വായിച്ചത്. അത് കഴിഞ്ഞ് പക്ഷെ അവിടുന്ന് വേറൊരെണ്ണം എടുത്തായിരുന്നു. എനിക്ക് അതിന്റെ ബാക്കിയൊന്നും ഓർമ്മയില്ല. പക്ഷെ ഈ ആളുകള് മനസ്സ് വിട്ടിട്ട് ശരീരം വിട്ടിട്ട് മനസ്സ് ഇങ്ങനെ ഇത് ചെയ്യുന്നത്, സഞ്ചരിക്കുന്നത് ഉള്ള ഒരു കഥ. അത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. ഫ്ലോട്ടേഴ്സ് എന്നോ അങ്ങനെ എന്തോ ആണ് അവരെ പറയുന്നത്. ശരീരം ഒരു സ്ഥലത്ത് വെച്ചിട്ട് മനസ്സങ്ങ് സഞ്ചരിക്കുന്നത്. അപ്പൊ അത് ഭയങ്കര ക്രീപ്പിയും ആയിരുന്നു. അത് പോരാഞ്ഞിട്ട് അവസാനം അവര് ഒരു സംഭവം അവര് സോൾവ് ചെയ്യത്തില്ല. എന്നിട്ട് ദാറ്റ് ഇസ് ലെഫ്റ്റ് ഓപ്പൺ. ശരിക്കും അങ്ങനെ ഉണ്ടായിരുന്നോ എന്നുള്ള രീതിയിൽ അത് അവസാനിപ്പിക്കും. അതും ആ ക്ലോഷർ ഇല്ലാത്ത കാരണം എന്നെ വളരെയധികം ബോധർ ചെയ്ത ഒരു കഥയാണത്. ഇത് 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിരുന്നോ? 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. ഇവർക്കൊരു ഗോസ്റ്റ് ഹുക്കപ്പ് എന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് അതൊക്കെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയി തോന്നി. കാരണം അതൊരു കമ്മ്യൂണിറ്റി, ചെറിയൊരു US-ലെ ഒരു ചെറിയ ടൗണിൽ നടക്കുന്ന കഥയാണെന്നാണ് എന്റെ ഓർമ്മ. അപ്പം ഒരു സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഉണ്ട് അതില്. ലൈക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ 1 person വിൽ കോൾ ദ അതർ പേഴ്സൺ. എന്തോ വാച്ച് ചെയ്യാനോ ഒരു ഇത് മാറിയാ എന്താ പറയുക, കമ്മ്യൂണിറ്റി വാച്ചൊക്കെ മാറി പിള്ളേർ തമ്മിലൊരു നെറ്റ്വർക്ക് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ സാൻഡിയെ വിളിക്കണമെങ്കിൽ സാൻഡി അനൂപ് കൃഷ്ണകുമാർ എക്സ്പ്രസ്. സോ ദാറ്റ്സ് ഹൗ ദേ പാസ്ഡ് മെസ്സേജസ്. ഇറ്റ്സ് കോൾഡ് ഗോസ്റ്റ് ടു ഗോസ്റ്റ് ഹുക്കപ്പ് എന്നുള്ള ടേം ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. കോസ്റ്റ് ഹുക്കപ്പിനെ അവര് കളിയാക്കിയിട്ട് ഗോസ്റ്റ് ഹുക്കപ്പ് കാർഡ് കാണിക്കും. ഓർമ്മയുണ്ട്, എല്ലാത്തിലും ഒരു കാർഡ് വരും ടെക്സ്റ്റിന്റെ ഇടയിൽ. ഇവരുടെ വിസിറ്റിംഗ് കാർഡ് 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, എന്നിട്ട് 3 പേരുടെ പേര് എഴുതിയിട്ടൊരു സാധനം വരും. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പഴയ കാര്യങ്ങൾ പറയുമ്പോൾ അനൂപിന് ഒരുപക്ഷെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ് ഡാൻസിങ് ഡെവിൾ. മറ്റേ കേസ് ഓഫ് ദ ഡാൻസിങ് ഡെവിൾ എന്ന് പറഞ്ഞിട്ടൊരു അഡ്വഞ്ചർ ഉണ്ട്. അപ്പോൾ അതിൽ ഇവർ ഒരു ഡെവിൾ പ്രത്യക്ഷപ്പെടും. ആക്ച്വലി ഒരു റെഡ് ഇന്ത്യൻ്റെ ഒരു മാസ്ക് വെച്ചിട്ട് ഒരു സാധനം, ഒരു അപ്പാരിഷൻ പ്രത്യക്ഷപ്പെടും. ആൾക്കാർ അതുകൊണ്ട് പേടിക്കും. അപ്പോൾ അവരെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ താല്പര്യപ്പെടില്ല ഒബ്വിയസ്ലി. അപ്പോൾ നമ്മുടെ സ്കൂബിഡു പോലെ തന്നെ എന്തോ അവർക്ക് ആദ്യമേ ഡൗട്ട് തോന്നും ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കും അതിനകത്ത്. പക്ഷേ ഹീസ് ആക്ച്വലി ദാറ്റ് തിങ് ഈസ് ആക്ച്വലി ലൈക്ക് 8 feet tall. അപ്പോൾ ദേ കുഡ് ബി, ഐ മീൻ ആക്ച്വലി ഇറ്റ് കുഡ് ബി ഡാൻസിങ് ഓൺ എ സ്റ്റിൽറ്റ്, മീൻസ് കപ്പിൾ ഓഫ് സ്റ്റിൽസ് ആക്ച്വലി. സോ അവരുടെ ഒരു പ്രതിമയുണ്ട് ഈ ഡാൻസിങ് ഡെവിളിൻ്റെ. അത് ഇവർക്ക് കിട്ടുമ്പോൾ ഇവൻ പറയും, ജൂപ്പിറ്റർ ജോൺസ് പറയും ദാറ്റ് ഈസ് ഫേക്ക്. കാരണം അതിനകത്ത് ഈ ഡെവിളിൻ്റെ ഒരു ബെൽറ്റിനകത്ത് കെട്ടിവെച്ചേക്കുന്നത് മെയ്സ് ആണ്, നമ്മുടെ കോണാണ് കെട്ടിവെച്ചിരിക്കുന്നത്. അപ്പം അവർ പറയും ഈ സാധനം ഇന്ന സമയത്ത് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല, കാരണം ആ നാട്ടിൽ അപ്പോൾ കോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് പഴയ സാധനമല്ല, അത് ഫേക്കാണ്. അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എന്താ പറയുക, നമ്മൾ ആ സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ, കാരണം ഇപ്പോഴും ആർക്കും അറിയില്ല ഇനി ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു സാധനം തെളിയിക്കുക, അത് ഫേക്ക് ആണോ എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോഴും അത് എനിക്ക് തോന്നുന്നില്ല ആൾക്കാർക്ക് അറിയുന്നുള്ള കാര്യം. മെയ്സും അതുപോലെ മെയ്സും കോണും തമ്മിലുള്ള പേര് തമ്മിലുള്ള ഡിഫറൻസ് ഇല്ലേ. ലൈക്ക് അവർക്കെന്തോ ആക്ച്വലി ഇതിലേതാണ് റിയൽ നെയിം എന്നറിയില്ല. ദേ യൂസ് ടു കോൾ ഓൾ ദി ക്രോപ്സ് കോൺ, ഐ തിങ്ക്, ഓർ മെയ്സ്. ആക്ച്വലി ഈ അടുത്ത കാലത്ത് എവിടെ നീൽ ഗൈമൻ വേറെ ഫാനുമായിട്ട് ഇതേപോലൊരു കോൺവെർസേഷൻ, മേ ബി ആഫ്റ്റർ ദിസ് ഐ വിൽ ഷെയർ ദാറ്റ്. സോറി കൃഷ്ണകുമാർ, കണ്ടിന്യൂ. എനിക്ക് ആക്ച്വലി എൻ്റെ ഏകദേശം സ്റ്റോക്ക് തീർന്ന പോലെയാണ്. ബാക്കി നിങ്ങൾ പറയുമ്പോൾ ഞാൻ അതിലേക്ക് ചാടി വീഴാമെന്ന് വിചാരിക്കുന്നു. ഓവർ ടു യു. ഓക്കെ, സോ ഞാനിത് വായിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഈ 3 ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, സീക്രട്ട് 7, ഫേമസ് 5, ഇതൊന്നും ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരൊറ്റ ബുക്ക് വായിച്ചിട്ടുണ്ട് ഫേമസ് 5-ന്റെ. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം അതിന്റെ സ്ട്രക്ചർ ഒക്കെ മനസ്സിലായി. കുറച്ച് വൈകി, എന്റെ ചൈൽഡ്ഹുഡിൽ കുറച്ച് വൈകി വായിച്ചുകൊണ്ടാവും അതിന്റെ സ്ട്രക്ചറൊക്കെ എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് അങ്ങനെ വലിയ താല്പര്യം തോന്നിയിട്ടില്ല.
ഞാൻ പലപ്പോഴും ബാലസാഹിത്യം വായിച്ചിട്ടുള്ളത് ഈ ക്ലാസിക്സ് തന്നെ അബ്രിഡ്ജ് ആയിട്ടുള്ളതും പിള്ളേർക്ക് വേണ്ടി അഡാപ്റ്റ് ചെയ്തതാണ്. അതില് ഈ ട്രഷർ ഐലൻഡ്, പിന്നെ അതെങ്ങനെ ക്ലാസിക് റോബിൻസൺ ക്രൂസോ. റോബിൻസൺ ക്രൂസോ, ഷെർലക് ഹോംസ്, റോബിൻ ഹുഡ്, മോബി ബുക്സ് എന്ന് പറഞ്ഞൊരു പബ്ലിഷർ ഉണ്ട്, ഇത്രയുള്ള ചെറിയ പോക്കറ്റ് ബുക്സ് ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും ഫെമിലിയർ ആണോ? ഒരു പേജ് ഇല്ലസ്ട്രേഷനും മറ്റേ പേജിൽ ടെക്സ്റ്റും ആണ്. വളരെ എന്നിട്ട് സിമ്പിൾ ട്രഷർ ഇംഗ്ലീഷ്. ഐലൻഡും മോബിഡിക്കും ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ 5 പുസ്തകം ഉണ്ടായിരുന്നു. ഷെർലക് ഹോംസിന്റെ 3 കഥകൾ ഉണ്ടായിരുന്നു, റോബിൻസൺ ക്രൂസോ ഉണ്ടായിരുന്നു, റോബിൻ ഹുഡ് ഉണ്ടായിരുന്നു, വിസർഡ് ഓഫ് ദ ഓസ് ഉണ്ടായിരുന്നു, ലൈബ്രറി ഇപ്പോഴും ഉണ്ട്. സോ ഇറ്റ് വാസ് എന്താ പറയുന്നത്, ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഇത്രയേ അപ്പം ഉള്ളൂ ആ ബുക്കുകള്. ലൈക്ക് ഇറ്റ്സ് ലിറ്ററലി ഒരു ചെറുത് ഇറ്റ്സ് കോൾഡ് എ പോക്കറ്റ് ബുക്ക്. പോക്കറ്റിൽ പോക്കറ്റ് ഫിറ്റ് ബുക്ക്. ചെയ്യാൻ പറ്റും അത്. ബട്ട് അത് ഒരു കുട്ടിക്ക് അത് അത്ര വലിയ ചെറിയ സംഭവമൊന്നുമല്ല. ഇറ്റ് വിൽ ടേക്ക് എ ഫ്യൂ അവേഴ്സ് ടു ഫിനിഷ് ഇറ്റ്. വെരി നല്ല രീതിയിൽ അപ്ഡേറ്റ് ചെയ്തേക്കും. സോ ഇൻട്രസ്റ്റിംഗ്. അതാണ് ഒരു കാര്യം. നമ്മളൊക്കെ അത് വായിച്ച് വളർന്നപ്പോ ഇപ്പോഴത്തെ പിള്ളേർക്ക് മുഴുവൻ ഭയങ്കര മോളിക്കോഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് അവർക്ക് കൊടുക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരുമാതിരി പൊതിഞ്ഞ് പോയിട്ട് ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പൊ കൊടുക്കുന്ന പിള്ളേർക്ക്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു സോറി പറ. ഇല്ല, പറ. ഞാൻ ഇപ്പം എന്റെ ഒരു നീഷ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ വായിച്ചിട്ടുള്ളൊരു സീരീസ് ഓഫ് ബുക്സ് ഉണ്ടായിരുന്നു, ഡോക്ടർ ഹൂ. ഡോക്ടർ ഹൂ സീരിയൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ലൈബ്രറിയിൽ കിട്ടുമായിരുന്നു അത്. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഇത് ഒരു അടിപൊളി സംഭവമായിരുന്നു. കാരണം ആ സമയത്തുള്ള ക്രേസ് എന്ന് പറഞ്ഞാൽ ഒരു ലേറ്റ് 90s ക്രേസ് എന്ന് വെച്ചാല് സൈഫൈ. അപ്പൊ ക്ലാസ്സിലെ പിള്ളേർക്ക് ഒരുവിധം വായിക്കുന്നവർക്കൊക്കെ സയൻസ് ഫിക്ഷനോട് ഭയങ്കര ഭ്രമമായിരുന്നു. അങ്ങനെ വായിച്ചു ഇത് കിട്ടി. ഇത് ഈ സാധനം വേറെ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഇത് എങ്ങനെ ലൈബ്രറി വന്നു എന്ന് എനിക്കറിയില്ല. കായംകുളത്തെ ഒരു ചെറിയ സ്കൂളിലാണ്. അപ്പൊ അവിടെ എങ്ങനെ ഈ സാധനം അത്രയും വന്നേന്ന് എനിക്കറിയില്ല. പക്ഷെ ഇറ്റ് വാസ് അമേസിങ്. എനിക്ക് ഇപ്പോഴും എന്റെ ഒരെണ്ണം വായിച്ചിട്ടുണ്ട്, ഡോക്ടർ ഹൂ ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം. ഓക്കെ. സോ ഇത് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോ ആ ഒരു യൂണിവേഴ്സ്, ഈ ഒരു ക്യാരക്ടർ ഈസ് ത്രൂ ഔട്ട് ഓൾ ദോസ് എപ്പിസോഡ്സ്, ആ വേൾഡ് ബിൽഡിംഗ്, ഇറ്റ്സ് സോ അമേസിങ്. പുള്ളി ഒരു ടൈം ട്രാവൽ എന്തോ ചെയ്യുന്നതല്ലേ? അതെ അതെ. പുള്ളി ടൈം ലോഡ് എന്ന് പറഞ്ഞൊരു സ്പീഷീസിൽ, ഒരു ഏലിയൻ സ്പീഷീസിൽ പെട്ട മനുഷ്യനാണ്. പുള്ളിക്ക് ടാഡസ് എന്ന് പറഞ്ഞൊരു ടൈം മെഷീൻ ഒക്കെ ഉണ്ട്. പിന്നെ പുള്ളിക്ക് സ്ഥിരം കുറെ എപ്പിസോഡ്സിൽ ശത്രുക്കളായിട്ട് വരുന്ന ഡാലക്സ് എന്ന് പറഞ്ഞൊരു വർഗമുണ്ട്. ഇറ്റ്സ് സോ അമേസിങ്. കുറെ കഴിയുമ്പോൾ ഇവന്റെ കട്ട ഫാനായി മാറും. ഐ സ്റ്റിൽ റിമെമ്പർ ദ ഓതർ ടെറൻസ് ഡിക്സ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഈ കഥകളൊക്കെ എഴുതുന്നത്, അധികവും കഥകൾ എഴുതുന്നത്. പിന്നീട് പതുക്കെ മനസ്സിലാകുന്നത് ഇത് ആക്ച്വലി ഒരു BBC-യുടെ ഒരു സീരീസ് ആണ്. ഒരു റേഡിയോ നാടകമൊക്കെ ആയിരുന്നു കുറെ നാള്. 1950s മുതൽ അവര് ചെയ്തുകൊണ്ടിരുന്ന സംഭവം. ഇപ്പൊ എത്രാമത്തെ ഡോക്ടർ ഹൂ ആണെന്ന് അറിയില്ല. ഇപ്പൊ ആക്ച്വലി ഒരു ബ്ലാക്ക് ആക്ടർ ഇവർ ഈ ഇൻക്ലൂസിവിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ബ്ലാക്ക് ആക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫീമെയിൽ ആക്ടേഴ്സിനെ ഒക്കെ കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അതിന്റെ റേറ്റിംഗ് ഒക്കെ താഴെ പോയി. കാരണം അവർക്ക് അത് തന്നെ മതി. ഡേവിഡ് പെന്നന്റ് അല്ലേ, അങ്ങനെ നല്ല പേരല്ലേ പുള്ളി? ഡേവിഡ് ടെനന്റ്. അയാൾ തന്നെ മറ്റേ ഇതിൽ വന്നിട്ടുണ്ട്, നമ്മുടെ എന്താ പറയാ, ഗുഡ് ഓമൻസ്. പക്ഷെ എനിക്ക് ഗുഡ് ഓമൻസ് അങ്ങനെ വായിക്കാനും ഇഷ്ടപ്പെട്ടില്ല, കാണാനും വലിയ ഇതെന്ന് തോന്നില്ല. ഭയങ്കര ട്രാഗ് ആയിട്ടാണ് തോന്നിയത് എനിക്ക്. ഗുഡ് ഓമൻസിന്റെ ഫസ്റ്റ് സീസണിന്റെ ഒരു ആദ്യത്തെ കുറെ എപ്പിസോഡ്സ് ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ലാസ്റ്റ് ആയപ്പോ എങ്ങനെയൊക്കെയോ തീർത്ത പോലെ തോന്നി എനിക്ക്. അതേപോലത്തെ വൈബാണ് എനിക്ക് സാൻഡ്മാനിലും കിട്ടി തുടങ്ങിയത്. സാൻഡ്മാനും എനിക്ക് കാണാൻ തോന്നിയില്ല. ഗ്രാഫിക് നോവൽ വളരെ നല്ലായിരുന്നു. ഈവൻ അമേരിക്കൻ ഗോഡ് സീരീസ്, അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ എന്തെന്ന് പീകോക്കോ ഏതാണ്ടോ സബ്സ്ക്രിപ്ഷൻ എടുത്തതാണ്. ആദ്യത്തെ 2 സീസൺ ഓക്കെ, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ്ലി മിയാൻഡറിങ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും എക്സ് ഫയൽസിന്റെ ബുക്സ് വായിച്ചിട്ടുണ്ടോ? ഞാൻ ഒരെണ്ണം വായിച്ചിട്ടുണ്ട് പണ്ട്. ഇതുപോലെ ഡോക്ടർ ഹൂന്റെ ഒരെണ്ണം വായിച്ചോലെ എക്സ് ഫയൽസിന്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്. വായിച്ചോന്നായിപ്പോയി. ഞാനത്
വാറിലൊക്കെ ആയിരിക്കും, ഒരു വെക്കേഷൻ കാലത്താണ്. അതിന്റെ എനിക്ക് കവർ ഓർമ്മയുണ്ട്, എക്സ് ഫയൽസ് എഴുതിയിട്ട് എന്നിട്ട് ഒരു പച്ച കളർ ഒരു മ്യൂക്കസി ബ്ലോബിന്റെ ഒക്കെ പടം. അത്യാവശ്യം ഗ്രോസ് ആയതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോ അത് ഇതുമാതിരി ഏലിയൻ ആണത്, ആ ബ്ലോബ്. അതെന്തോ ആണ് അതിന്റെ കഥ, എനിക്കിപ്പോ ഓർമ്മയില്ല. പക്ഷെ എന്നാലും നല്ലോണം പേടിച്ചൊരു കഥയാണ്. അതുമാതിരി ആർ.എൽ. സ്റ്റൈൻ്റെ ബുക്സ്, ഗൂസ് ബംപ്സ്. ഗൂസ് ബംപ്സ് ഉണ്ട്. അല്ലാണ്ട് അങ്ങേർക്കൊരു ഫിയർ സ്ട്രീറ്റ് സാഗ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു, ഓക്കെ. FIER അങ്ങനെ എന്താണ് ഫാമിലി നെയിം. അത് കുറച്ചും കൂടെ ഇപ്പൊ വലിയ ആൾക്കാർക്കുള്ളതാ. അത് വലിയ ആൾക്കാർ വലിയ കുട്ടികൾ. നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ടല്ലോ, ഫിയർ സ്ട്രീറ്റ്. അത് ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല അതില്ല. ഇത് ഇല്ലല്ലോ. FIER ആണ്. എന്തൊരു ഫയറുമായിട്ട് ബന്ധമുണ്ട് അതിന്. അവര് വീടടക്കണ തീ പിടിക്കുന്നു, അങ്ങനെ എന്തോ അതല്ല കഥ. പക്ഷെ ഇതൊക്കെ വായിച്ച് രാത്രി ഉറങ്ങാതിരിക്കുക എന്നുള്ളതായിരുന്നു എന്റെ മറ്റൊരു ഹോബി. R.L. സ്റ്റൈൻ വായിക്കുന്നു, പേടിക്കുന്നു. ഫിയർ സ്ട്രീറ്റ് തന്നെയാണ് ആക്ച്വലി. ആ അങ്ങനെ ഉണ്ട്. പക്ഷെ അതൊരു സെറ്റ് ഓഫ് സ്റ്റോറീസ് ആണ്. അതിൽ പല ക്യാരക്ടറും ഇതുമാതിരി ഗ്രേവ് യാർഡും ഹോണ്ടഡ് ഹൗസും സിമിലർ അല്ല ആക്ച്വലി ഇത് യങ് അഡൾട്ട് ആണെന്ന് തോന്നുന്നു ഫിയർ സ്ട്രീറ്റ്, എനിക്കറിയാം. കാരണം മറ്റേത് ഗൂസ് ബംപ്സ് അല്ല. ചിൽഡ്രൻസ്, ഗൂസ് ബംപ്സ് ചിൽഡ്രൻസ് സെക്ഷനിലായിരിക്കും, പിള്ളേരെ പേടിപ്പിക്കുന്ന പിള്ളേരെ സാധനം. പഠിപ്പിക്കാനുള്ള സാധനം. ഇത് കുറച്ചുകൂടി ടീനേജേഴ്സ്. കാരണം ഇത് നമ്മുടെ ക്രോസ് വേർഡ്സിൽ ഇരിക്കുന്നത് കാണാറുണ്ട്, സെക്ഷൻസ് മാറിയിട്ടാണ് ഇരിക്കുന്നത്. ഇയാളുടെ ഇഷ്ടം പോലെ ബുക്സ് ഇരിപ്പുണ്ടാവാറുണ്ട്. ഇതൊക്കെ വളരെ പഴക്കം ചെന്ന ആക്ച്വലി ബുക്കുകളാണെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ആ, അതാണ് എന്റെ സ്കെറി റീഡ്സിൽ പെട്ടതാണ് അതൊക്കെ. വെറുതെ ഒന്നിരിക്കുമ്പോ സന്തോഷം പോരല്ലോ തോന്നുമ്പോൾ വായിക്കുന്നതാണ്. നാൻസി ഡ്രൂം ഹാർഡി ബോയ്സ് എന്ന് വായിക്കുമ്പോൾ, നാൻസി ഡ്രൂമിന്റെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു, 99 സ്റ്റെപ്സോ അങ്ങനെ ഏതോ ആയിരുന്നു. അതിന്റെ കസിൻ വായിച്ചിട്ട് പറഞ്ഞു ശരിക്കും ഭയങ്കരമായിട്ട് പേടിയായി എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ലൈബ്രറി പോയി എടുത്ത് വെച്ചു. പക്ഷെ എനിക്ക് അത്ര പേടിയായില്ല, ബിക്കോസ് ചേച്ചി പ്രോബ്ലി വായിച്ചത് ഷീസ് പ്രോബ്ലി മച്ച് യങ്ങർ വെച്ച് റൈഡ്. അപ്പോൾ പക്ഷെ ഞാനത് ഇനി വായിച്ചപ്പോൾ എനിക്ക് അത്ര പേടിയായില്ല. ആണുങ്ങൾ അധികം നാൻസി ഡ്രൂ വായിക്കാറില്ല. ഒരു ഈഗോ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആണുങ്ങൾ കൂടുതൽ ഹാർഡി ഹാർഡി ബോയ്സ്. ബോയ്സ് ഹാർഡി ബോയ്സ് ഇല്ലെങ്കിൽ മാത്രമേ നാൻസി ഡ്രൂ എടുക്കുള്ളൂ. കാരണം ഈ പറഞ്ഞ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു പാറ്റേൺ ഞാൻ ശ്രദ്ധിച്ചാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്രട്ട് 7 നമ്മളൊരു മിഡിൽ സ്കൂൾ പകുതിയാവുമ്പോൾ നമ്മൾ സീക്രട്ട് 7 വിടും. കാരണം സീക്രട്ട് 7ന്റെ പ്രായത്തിനേക്കാളും നമ്മുടെ പ്രായം കൂടുകയാണ് ഫ്രം ദാറ്റ് പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേമസ് ഫൈലോട്ട് കയറുകയാണ്. പക്ഷെ ഫേമസ് ഫൈല് ഇത് പറഞ്ഞാല് ഫേമസ് ഫൈല് ദ മെയിൻ ക്യാരക്ടർ ജോർജിന, റൈറ്റ്? ആദ്യത്തെ ട്രാൻസ് ക്യാരക്ടറാണ്, ട്രാൻസ് ആസിൻ. ശരിയാ, ആക്ച്വലി ഷീ വാണ്ട്സ് ടു ബി എ ബോയ് അല്ലേ? റൈറ്റ്. അതോ ഷീ ടോം ബോയ് ആണ്. പക്ഷെ യുനോ ഇറ്റ്സ് റിയലി എന്താ പറയുക, ട്രാൻസ് എന്ന സീഡ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ ഗേൾ ഹു വാണ്ട്സ് ടു ബി എ ബോയ് എന്നുള്ള സാധനം കാണുന്നത് ആദ്യം ജോർജിലാണ്. പക്ഷെ ജോർജിന്റെ ഏജ് നമ്മുടെ ഏജ് ജോർജിന്റെ ഏജ് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫേമസ് ഫൈ ഔട്ട് ഗ്രോ ചെയ്യുന്നത്. പിന്നെ ഹാർഡി ബോയ്സിൽ കയറി പിടിക്കുകയാണ്. ഈ ഹാർഡി ബോയ്സിന്റെ പ്രശ്നം, നമ്മൾ സാധാരണ ഹാർഡി ബോയ് വായിച്ചിട്ട് ഒരു കേസ് ഫയൽ വായിച്ചു കഴിഞ്ഞാൽ, ഹാർഡി ബോയ്സ് കേസ് ഫയൽസ് എന്ന സീരീസ് ഉണ്ടായിരുന്നു, അതിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മറ്റത് തൊടത്തില്ല. കാരണം ഹാർഡി ബോയ്സ് കേസ് ഫയൽസ് മറ്റത് ചെറിയ ക്രൈംസ് ആണ്. കേസ് ഫയൽസ് കയറി കഴിഞ്ഞാൽ ആളുകളൊക്കെ ചത്തു തുടങ്ങും. പിന്നെ ആളുകളെ കൊല്ലുന്നു, വെടി, അത് ഇതൊക്കെയാണ്. ഫസ്റ്റ് ഹാർഡി ബോയ്സ് കേസ് ഫയൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രാങ്ക് ഹാർഡിയുടെ ഗേൾ ഫ്രണ്ടിനെ കൊല്ലുന്നതാണ്. കാലിഷോ അല്ല, അതിന് മുമ്പ് ഒരുത്തിണ്ടായിരുന്നു. ആദ്യം വേറൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവള് മരിച്ചു കഴിയുമ്പോഴാണ് പിന്നെ ഒരു 10-20 എപ്പിസോഡ് കഴിഞ്ഞാണ് കാലിഷോ വരുന്നത്. ഇതില് നിങ്ങൾ ആ സിനിമ കണ്ടിരുന്നോ? പൃഥ്വിരാജ് ഒരു വില്ലൻ സയന്റിസ്റ്റ് ആയിട്ട്. ഇയാൾ അക്ഷയ് കുമാർ ആണോ? അക്ഷയ് കുമാറും മറ്റേ ചെറുക്കനും അത് ഹാർഡി ബോയ്സിന്റെ അടിച്ചുമാറ്റലാണ് ആ സിനിമ. അതിന്റെ അവസാനം ഞാനിത് കണ്ടപ്പോ ഇത് അതാണ്. അപ്പൊ എന്നെ ആരും വിശ്വസിച്ചില്ല. ഞാൻ മോനോട് പറഞ്ഞു, ഇവിടെ ഞാൻ പറഞ്ഞു ഇതാ കട്ടെടുത്തേക്കണെന്ന്. ഞാൻ ഇത് മാത്രമേ വായിച്ചിട്ടുള്ളൂ, അപ്പൊ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ആവേശം കാണാൻ പോയി, മുറി മാറി. ഇവിടെ കുറെ തിയേറ്റേഴ്സ് ഉണ്ടല്ല, ഇതിന്റെ അകത്ത് കയറിയപ്പോ ഇതിന്റെ അകത്ത് ഒരു മനുഷ്യനുമില്ല, ഒരുത്തനുമില്ല, വെറുതെ കാലി സ്ക്രീനിലിട്ട് പെട്ടക്കിയാണ് സാധനം. അപ്പൊ ഇതിപ്പോ എന്ത് സംഭവിക്കുന്നു? ഞാൻ ഒന്നും സംഭവിക്കില്ല, അവർ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി അടിച്ചുണ്ടാക്കും കച്ചടം. പക്ഷെ ഹാർഡി ബോയ്സ് ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിച്ച പുസ്തകം ഒരു ഹാർഡി ബോയ്സ് ആയിരുന്നു, നൈറ്റ് ഓഫ് ദ വെയർവോൾഫ് എന്ന് പറഞ്ഞിട്ട്. എഗെയിൻ റിപ്പ് ഓഫ് ആണ്. നമ്മുടെ എന്താണ്
ബാസ്കർ വില്ലിസ്, ഹൗണ്ട് ഓഫ് ബാസ്കർ വില്ലിസിന്റെ റിപ്പ് ഓഫ് ആണ്. ഒരു വേർവുൾഫ് ഉണ്ടെന്നൊരു മിത്ത് ഉണ്ടാക്കും, അത് കഴിഞ്ഞ അവസാനം അത് ഒരുത്തന്റെ പട്ടിയാണ്. അത്രേ ഉള്ളൂ സംഭവം. ആ പട്ടി വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും കാര്യം തീർന്നത്. അതാണ് ഞാൻ ആദ്യം വാങ്ങിച്ച ഹാർഡി ബോയ്സ്. ഈ നാൻസി ആദ്യം ഡ്രൂന്റെ ഒക്കെ 3-in-1 കിട്ടുമായിരുന്നു 100 രൂപയ്ക്ക്. എനിക്ക് അങ്ങനെ ഓർമ്മയുണ്ട്. Because ക്രോസ് ഓവർ ഉണ്ടായിരുന്നു. നാൻസി ഡ്രൂ ഹാർഡി ബോയ്സ് ആ ഒരുമിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിന്റെ ഓദർ, നാൻസി ഡ്രൂവിന്റെ ഓദർ കാരോളിൻ കീൻ എന്നാണ് കാരോലിൻ കീൻ. ക്രെഡിറ്റ് ചെയ്തത്. ആ, അതിൽ പക്ഷെ ആ. അതാണ് ആക്ച്വലി ഇത് സ്യൂഡോനിം ആണ്. ആ അത് അതായത് ശരി. എൻ- ആ, ആക്ച്വലി ഒരാളല്ല, പലരും എഴുതിയേക്കണ കഥ. അപ്പൊ പലതിന്റെ ക്വാളിറ്റി ആ. വ്യത്യാസമുണ്ട്. അതിന്റെ ഉം, ഉം. ഞാനൊരു 3 കണ്ട് വായിച്ചിട്ടുണ്ട്. പക്ഷെ 3 രീതിയിലാണ്. അതായത് ചിലതിൽ കുറച്ചുകൂടി മെച്യൂർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, കാരണം അതിനകത്തൊരു ലവ് അഫെയറും എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഒരെണ്ണത്തിനകത്ത് കുറെ കൂടി നമുക്ക് അന്നത്തെ പ്രായത്തിൽ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം, അതായത് ഒരു എനിക്ക് തോന്നുന്നൊരു മ്യൂസിയം ആണെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത്. ഒരു മറ്റേ മാരിടൈം മ്യൂസിയം എന്തോ ആണ് അതിൻ്റെ സീൻ ശരിക്കും പറഞ്ഞാൽ. എല്ലാത്തിലും ഇതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അവസാനം വരുമ്പോൾ സൂപ്പർ നാച്ചുറൽ ആയിട്ടൊന്നുമില്ല. ആള് ഇതാ മറ്റേ എന്താന്ന് കണ്ടുപിടിക്കുന്ന ഒരു പരിപാടി. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ ഇല്ല, നേരത്തെ പറഞ്ഞ പോലെ ലക്ക് ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് ആക്ഷൻ സീൻസ് ഉണ്ടാവും, അങ്ങനെയായിരുന്നു. പക്ഷെ ഹാഡി ബോയ്സ് എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവം പിന്നെ നമുക്കൊന്നും ഓർക്കണ്ട, നോ ബ്രെയിനറാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു സിനിമ കാണുന്ന പോലെ. ഇപ്പൊ എനിക്ക് അൺചാർട്ടഡ് ഒക്കെ കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. അവരുടെ ഹാർഡി ബോയ്സിന് ഒരു അൾട്ടിമേറ്റ് സൈഡ് കിക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ചെറ്റ് മോട്ടൺ. ചെറ്റ്മോട്ട് പുള്ളിക്ക് ഒരു ആ, പാട്ട കാറുണ്ടായിരുന്നു. ഒരു തടിയും ചെറുക്കാൻ അവനൊരു പാട്ട കാറുണ്ടായിരുന്നു. അത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബാക്ക് ഫയർ ചെയ്യും. ഇതിൽ ഈ നാൻസി ഡ്രൂലും ഉണ്ട് ഒരു ബെസ്സും ജോർജും. കസിൻസ് ആണ് അവര്, ആഹാ, നാൻസി ഡ്രൂന്റെ ആഹാ. ബെസ്റ്റ് ഫ്രണ്ട്സ്. ഉം. പക്ഷെ നാൻസി ഡ്രൂ യൂഷ്വലി എല്ലാം ലോൺ വുൾഫ് അല്ലേ, ഒറ്റയ്ക്കല്ലേ എല്ലാം ചെയ്യുന്നത്. അല്ല, ഇവര് കൂടെ ഉണ്ട്. മിക്കവാറും എണ്ണത്തിൽ ഇവര് കൂടെ ഉണ്ട്. ബെസ്സും പക്ഷെ ജോർജും ഉണ്ട്. ബെസ് പുള്ളിക്കാരിയാണല്ലോ ഗേളി ഗേൾ ആണ്. ജോർജ് മറ്റേ ജോർജിന്റെ മാരാണ്, ജോർജീനയാണ്. മോർ ടോം ബോയിഷ് ആയിട്ടൊരു ക്യാരക്ടർ. ഈ ജോർജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഫേമസ് ഫൈവിനകത്തുള്ള ഒരു മെയിൻ മോട്ടീഫ് എന്താന്ന് വെച്ചാൽ, ഈ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ജോർജ് എന്ന് കേൾക്കുമ്പോൾ ആൺകുട്ടിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു പരിപാടിയില്ലേ. അതായത് അതിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, കുറെ മീറ്റ് ഫുഡ് ചെയ്യുമ്പോഴും ഐറ്റംസ് ആളുകള് തെറ്റിദ്ധരിക്കുന്നുണ്ട്. തെറ്റിദ്ധരിക്കും. പിന്നെ അത് കുറെ ജോർജിന് ഇഷ്ടമാണ്. അതെ, പിന്നെ ഉം. വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഫുഡ്സ്. അതായത് ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഭക്ഷണം, ആ ഭക്ഷണം ഭക്ഷണമായിരുന്നു മെയിൻ. ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, അങ്ങനെ കുറെ സംഭവങ്ങളായിരുന്നല്ലോ ഇതിന്റെ പിന്നെ മെയിൻ മെഡോ കാര്യം. ഉണ്ടല്ലോ, ആ, ഇങ്ങനെ റോളിംഗ് എനിക്ക് മെഡോസ്. റോളിംഗ് മേഡോ. എന്താ ജിഞ്ചറയിലോ അങ്ങനെ എന്തോ ഒരു സാധനം ലെമണേഡ്, ആദ്യമായിട്ട് കേൾക്കുന്നത് ലെമണേഡ് ആണ് ഞാൻ മെയിൻ. ജിഞ്ചറയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കേട്ടതിലായിരിക്കും, മറ്റേ ഫേമസ് ഫൈവിലായിരിക്കും. എന്താന്ന് റിസർച്ച് ചെയ്യുന്ന പരിപാടിയാണ്. കാരണം അതിനകത്ത് റിസർച്ച് ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട്. നമ്മൾ ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ ബോസിസ്റ്റർ സോസ്, സോസ്, അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ ബ്രിട്ടീഷ് നമ്മുടെ ഫുഡുകള്. ബ്രിട്ടീഷ് ഫുഡുകൾ ഒരുപാട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ അതേ സംഭവത്തിൽ ഹാരി പോട്ടറിനകത്തും കുറെ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട് ഫുഡ് ഐറ്റംസിന്റെ. ബട്ടർ ബിയർ അതൊക്കെ ഇൻവെന്റഡ് ആണെങ്കിലും അതൊക്കെ അതായത് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ലിറ്ററേച്ചറിന്റെ ഭാഗമായിരുന്നു. ചിൽഡ്രൻ ലിറ്ററേച്ചറിന്റെ എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ സാധനം ഒന്നും തിന്നാൻ കിട്ടത്തില്ല. ആകെ ഒരു ഫിഷ് ആൻഡ് ചിപ്സ്. നിങ്ങൾ നമുക്ക് വായിക്കാത്ത ഒരു ഐറ്റം ഉണ്ട്, എൻഎൽ ബ്ലിറ്റ് ഉണ്ട്. വായിച്ചിട്ടുണ്ടാവും സാധ്യത പറയും. ഈ പറഞ്ഞ പോലെ നാൻസി ഡ്രൂ വായിക്കാത്ത മരത്തിൽ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടാവും വഴിയാണ്. മാലറി ടവേഴ്സും സെന്റ് ക്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു 6 or 7 ബുക്ക് സീരീസ് ആണ് അത്. ഈ മാലറി ടവേഴ്സ് ഒരു ഗേൾസ് സ്കൂളാണ്. അവിടുത്തെ കഥകളും അതുമാതിരി ഈ സെന്റ് ക്ലെയർസ് വേറൊരു ഇതാണ്, എന്താ പറയാ, റെസിഡൻഷ്യൽ സ്കൂളാണ്. 6-7 ബുക്കുകൾ ഉണ്ട് അതിന്റെ. മുഴുവൻ ഇരുന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഒരു ഗേൾസ് ഓൺലി ഹോസ്റ്റലില് 1ാം ക്ലാസ് തൊട്ട് ചെല്ലുകയാണ് കുട്ടികളത്. എനിക്ക് സ്റ്റാർട്ട് ഫസ്റ്റ് ഫോംന്നോ സെക്കൻഡ് ഫോംന്നോ അങ്ങനെ എന്തോ ഉള്ളവർ പറയും. ഫസ്റ്റ് ഫോം ഫസ്റ്റ് എനിക്ക് ഒരു 8 വയസ്സിലൊക്കെയാണ് അത് ചെല്ലണത്. അപ്പൊ 8 to whatever the number of years, 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 വയസ്സ് വരെ അവിടെ അവരുടെ കഥയാണ് അത്. നല്ല രസമുള്ള ഹോസ്റ്റൽ സ്റ്റോറീസ്, ഇൻക്ലൂഡിങ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാർഡൻസും, പക്ഷെ രാത്രി ഇവിടെ നിന്ന് വർത്താനം പറയുന്നതും, ടോർച്ച് വെച്ച് ബുക്ക് വായിക്കുന്നത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞമാരെ അവരുടെ സ്കൂൾ ലൈഫിനെ കുറിച്ച് നമുക്ക് ഒരു ശരി നല്ല രസമാണ്. പക്ഷെ അത് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യുന്ന ബുക്സാണ്. ഒരു ഷോർട്ട് കമ്മിങ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തില് നമുക്ക് വളരെ കുറച്ച് മലയാളത്തില് കഥകളുള്ളൂ വേർ യു ഹാവ് ഫീമെയിൽ ഓറിയന്റഡ് കുട്ടികൾക്കുള്ള കഥകള് വളരെ കുറവാണ്. എനിറ്റ് ബ്രിട്ടൻ ആക്ച്വലി അത് കുറച്ച് എഴുതിയിട്ടുണ്ട് അങ്ങനത്തെ. സൗണ്ട് പോയി. മ്യൂട്ടാണ്.
നാളെ ഞാൻ മലയാളത്തിൽ കണ്ടു ഡിറ്റക്റ്റീവ് അമ്മു എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ക്ലാസ് ഉം. ലീഡർ ആമി എനിക്കൊന്ന് സെയിം ഓത്തറിന്റെ അത് എനിക്ക് ഓത്തർ ആരാന്ന് ഇപ്പൊ ഓർമ്മയില്ല. പക്ഷെ ദർ ആർ എ ഫ്യൂ ദാറ്റ് ആർ കമ്മിങ് ഔട്ട് നൗ. പക്ഷെ അഗൈൻ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ മീൻ ബോയ്സിന്റെ ഫ്രണ്ട്ഷിപ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ബുക്കുകൾ ആകെ നമുക്ക് മഹാഭാരതത്തിൽ പറയാനുള്ളതല്ലേ ഉള്ളൂ. അതേതാണ്. അല്ല മറ്റേ ഇയാളുടെ ഒരു സംഭവമുണ്ട്. സത്യജിത് റേയുടെ ഫെലൂഡ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ആ പിന്നെ യെസ്. ബുക്കിരിപ്പുണ്ട്. അത് ഒരു നല്ല നല്ല സീരീസ് ഓഫ് മിസ്റ്ററി ബുക്സ്. സത്യജിത് റേയുടെ ഷോർട്ട് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ടാവും. ഉഗ്ര സാധനങ്ങളാണ്. പുള്ളിയുടെ ഒരു സെറ്റ് ഓഫ് ഹൊറർ ഷോർട്ട് സ്റ്റോറി കളക്ഷൻ ഉണ്ട്. നല്ല സാധനമാണ് അത്. ഇതുപോലെ ബാലസാഹിത്യമാണ്, പക്ഷേ ഇറ്റ്സ് ലിറ്റിൽ ബിറ്റ് ഓൺ ദ ക്രീപ്പി സ്പെക്ട്രം. അതിലൊരു കഥയുണ്ട്. ഒരു കൊച്ച്, അവനൊരു ഡോൾ ഉണ്ടായിരുന്നു, ഓട്ടോമേറ്റഡ്. അതിങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ട് അനക്കും ഒക്കെ ചെയ്യും. അപ്പൊ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രായം വരെ അത് വളരെ ക്ലോസ് ആയിട്ട് കൊണ്ട് നടന്നിരുന്നതാണ്. ദെൻ അറ്റ് സം പോയിന്റ് ഹി ഡിസൈഡ്സ് ഹി ഔട്ട് ഗ്രോസ് ഇറ്റ്. എന്നിട്ട് വീടൊക്കെ വിട്ട് പോവാൻ നേരത്ത് ഇവൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തോ പിണക്കം കാരണം ആ ഡോളിനെ എടുത്ത് മണ്ണിന്റെ ഇടയിൽ കുഴിച്ചിടും. ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അപ്പൊ ആണ് ഡോളിന്റെ കാര്യം ഓർക്കുന്നത്. മണ്ണ് കുഴിക്കുമ്പോൾ അവിടെ ഒരു അസ്ഥികൂടം, ചെറിയ അസ്ഥികൂടം മനുഷ്യന്റെ. ഓ, ഡോർക്കായി പോയല്ലോ. ഓ ഗുഡ്നസ്. ഇത് നമ്മുടെ ഹൊറർ എപ്പിസോഡിന് വേണ്ടിയിട്ട് വെക്കായിരുന്നു. കുഴപ്പമില്ല. ആർക്കെങ്കിലും ഫൈറ്റിംഗ് ഫാന്റസി ഓർമ്മയുണ്ടോ? ഫൈറ്റിംഗ് ഫാന്റസി എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. ഗെയിം ബുക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ഇറ്റ്സ് മോർ ഗെയിം ദാൻ എ ബുക്ക്. ബ്രാഞ്ചിങ് പാത്ത് ഫിക്ഷൻ എന്ന് പറയും. നമ്മളൊരു ചാപ്റ്ററിൽ എത്തിയിട്ട് ഗോ ടു ദിസ് ചാപ്റ്റർ. ഗൂസ് ബംസിന് അങ്ങനത്തെ സീരീസ് ഉണ്ട്. അല്ലെങ്കിൽ ചൂസ് യുവർ ഓൺ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സീരീസ് ഉണ്ട്. നമുക്ക് അതിനകത്ത് പോയിട്ട് ഇന്ന സ്ഥലത്തേക്ക്, അതായത് ഇന്ന പേജിലേക്ക്, സെക്ഷനിലേക്ക് മറിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി നമ്മുടെ ചോയ്സ് അനുസരിച്ചിട്ടാണ്. യു ഓപ്പൺ ദിസ് ഡോർ ഓർ ദാറ്റ് ഡോർ ഓർ ഗോ ഡൗൺ. എനിക്കറിയില്ല, ഓർമ്മയില്ല. അങ്ങനെ ആരോ പറഞ്ഞു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബാലരമയിലുണ്ട്. അല്ല അത് നാൻസി ഡ്രൂ ഹാർഡി ബോയ് സീരീസിലും മറ്റേ രണ്ടുപേരും ഒരുമിച്ചുള്ളതിലും ഉണ്ട്. ഇഫ് യു വാണ്ട് ടു ഫോളോ നാൻസി ഡ്രൂ, ഗോ ടു പേജ് 53. ഇഫ് യു വാണ്ട് ടു ഫോളോ ഹാർഡി ബോയ്സ്, കണ്ടിന്യൂ. അപ്പോ ഓക്കെ, ഞാൻ ഈ സംഭവം ആദ്യമായിട്ട് കേൾക്കുന്നത്, നാൻസി ഡ്രൂവിന്റെ കേസ്. ബാലരമയിലുള്ളത് ഞാൻ ആരോ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ FB ഒരു കുറിപ്പിട്ടിരുന്നു ഇതിനെപ്പറ്റി അറിയാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരാൾ എന്നെ കോൺടാക്ട് ചെയ്തു, ഇങ്ങനെ ബാലരമയിൽ പണ്ടൊരു കഥ ഇതുപോലെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് മായാവി ഉണ്ടായിരുന്നു. മായാവി, ബുക്കപ്പ് എന്ന് പറഞ്ഞൊരു മന്ത്രവാദിയുടെ, പുള്ളിക്ക് 2 ക്ലൈമാക്സ്. യെസ് അത് ഉണ്ട്. അതാന്ന് തോന്നുന്നു പുള്ളി മെൻഷൻ ചെയ്തത്. അതിൽ ഈ പറഞ്ഞ സാധനം ഫൈറ്റിംഗ് ഫാന്റസിക്കകത്ത് കുറെ സംഭവം, നമ്മുടെ ലൈബ്രറിക്കകത്ത് ഒരുപാട് സംഭവങ്ങൾ വന്നിരുന്നു. അതിനകത്ത് ഒരെണ്ണമാണ് ഹൗസ് ഓഫ് ഹെൽ. ഇതൊക്കെ ശരിക്കും എനിക്ക് തോന്നുന്നു യങ് അഡൽസിനെ ബേസ് വേണ്ടിയുള്ളതാണ്. ചിൽഡ്രൻസ് ലിറ്ററേച്ചർ അല്ല, പക്ഷെ വച്ചിരിക്കുന്ന ചിൽഡ്രൻ സെക്ഷനിലാണ്. ഇപ്പം നമ്മുടെ ഇവിടെ ക്യൂറേഷനൊക്കെ അടിപൊളിയായിരിക്കുമല്ലോ. അപ്പം അതിൽ ഈ നമ്മളിങ്ങനെ പോയി അതിനകത്ത് കുറെ ആക്ച്വലി യു നീഡ് എ ഡൈസ് ഫോർ ദാറ്റ്. ഐ മീൻ ലൈക്ക് ചില സ്ഥലത്തൊക്കെ നമുക്ക് ലക്ക് ചെക്ക് ചെയ്യണം. പക്ഷെ അതിന് ഡൈസ് നമ്മുടെ കയ്യിൽ വേണ്ട, കാരണം അത് ബുക്കിൽ തന്നെ ഡൈസ് അതിന്റെ താഴത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ യു ജസ്റ്റ് ഹാവ് ടു ഫ്ലിപ്പ് ദ ബുക്ക്. താഴത്ത് തന്നെ ഡൈസ് 2 മറ്റേ ഡബിൾ ഹെഡഡ് ഡൈസ് ഉണ്ടാവും, നമ്മുടെ ബുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന പോലെ. അതുപോലെ തന്നെ. അപ്പൊ ഇത് ഈ ഗെയിം എലമെന്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ രസമുള്ള സംഭവമാണ്. കാരണം ട്വിസ്റ്റും ടേൺസ് ഒക്കെ ഉള്ളൊരു സ്റ്റോറി ആയിരുന്നു ഹൗസ് ഓഫ് ഹെൽ. കുറച്ച് അതായത് ബുക്കിന്റെ ഗെയിം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബീറ്റ് ചെയ്യാൻ പറ്റില്ല, ഹാർഡ് ഗെയിമാണ്. പക്ഷെ നമ്മൾ അവിടെ അതിന്റെ സ്റ്റോറി കുറച്ചുകൂടി അടിപൊളിയാണ്. അത് നല്ല ട്വിസ്റ്റും ടേൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ട്വിസ്റ്റ് അവസാനം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബുക്ക് ഇനി വായിക്കാൻ അതിൻ്റെ തന്നെ അവർ സിനിമ ഇറക്കിയായിരുന്നു. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് മിററിന്റെ ബാൻഡർ സ്നാച്ച് എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫിലിം വന്നിരുന്നു. അത് നമുക്ക് ഇതുപോലെ ഇന്ററാക്റ്റീവ് മൂവിയാണ്. നമുക്കിതുപോലെ ബ്രാഞ്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഹൗസ് ഓഫ് ഹെൽ ഒരു സിനിമ വന്നിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ കുറേ സെർച്ച് ചെയ്തു, കിട്ടിയില്ല. അത് അതുപോലെ വേറൊരു സീരീസ് ആണ്. ഇതിനകത്ത് വേറൊരു കഥയാണ്, നൈറ്റ് ഓഫ് ദ വെയർ വുൾഫ്. ഇപ്പൊ പറഞ്ഞില്ലേ, അതെനിക്ക് തോന്നുന്നു കോമൺ ടൈറ്റിൽ അതുകൊണ്ട് അക്രോസ് ഓൾ സീരീസസ്. അപ്പൊ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കുറെ കൂടി ഓപ്പൺ വേൾഡാണ്. കാരണം ഇതിനെന്താ വെച്ചാൽ നമുക്കറിയാം, ഒരു സ്പെസിഫിക് പാത്തിൽ കൂടെ പോയാൽ നമ്മൾ എൻഡ് ചെയ്യുന്നത് ഇന്ന സ്ഥലത്ത് എൻഡ് ചെയ്യുന്നത് ഒരു ലീനിയർ പാത്താണ്. അതിന്റെ ലെഫ്റ്റും റൈറ്റും ബ്രാഞ്ചസ് ഉണ്ടാവും. ആ ബ്രാഞ്ചസ് എന്തായാലും നമ്മുടെ ഡെത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ശോകമായിട്ടുള്ള എൻഡിങ്ങിലേക്ക് ആയിരിക്കും എത്തിക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓപ്പൺ എൻഡിങ്. നമുക്ക് ചിലപ്പോൾ തിരിച്ച് വേറൊരു വഴി നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗെയിമിനെ ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറൈറ്റി ഒരുപാടുണ്ട് അതിനകത്ത്. അതിൽ ഈ നൈറ്റ് ഓഫ് ദി വെയർവുൾഫിലെ തുടക്കം നമുക്ക് ഒരു വെയർവുൾഫിന്റെ കടി കിട്ടുന്നിടത്തുനിന്നാണ്. ഒരു വുൾഫിന്റെ കടി കിട്ടും, നമ്മൾ വെയർവുൾഫ് ആവും.
പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഗോൾ എന്താന്ന് വെച്ചാൽ യു ഷുഡ് ബീറ്റ് ദ ഗെയിം, യു ഷുഡ് എസ്കേപ്പ് ദ കാസിൽ ബിഫോർ യു ബിക്കം യു ഷുഡ് എസ്കേപ്പ് ദ കൺട്രി, നോട്ട് ദ കാസിൽ ആക്ച്വലി, ബിഫോർ യു ബിക്കം എ വെയർ വുൾഫ്. അപ്പോൾ നമ്മളിങ്ങനെ സ്ലോലി വി ആർ ടേണിങ് ഇൻ ടു എ വെയർ വുൾഫ്. പക്ഷെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ വി ആർ ഗെറ്റിംഗ് എ ബോണസ് എബിലിറ്റി ലൈക്ക് ഓക്കെ. night vision and claws and all those things. But you can choose what you are getting, and based on the ability, ഒരു വീഡിയോ ഗെയിം കളിക്കുന്ന ഫീലിംഗ് ഉണ്ട്. അതെ, and based on the ability, when you reach a place, right, if you have night vision, then you can go to this place. If you don't have, അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന്റെ ഇതാണെന്ന് അറിയാം, പക്ഷെ യങ് അഡൽട്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുവാണ്. ഓപ്പൺ സോഴ്സ് ആയിട്ട് ഒരു ബുക്ക് അവൈലബിൾ ആണ്, ഹാർട്ട് ഓഫ് ഐസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്ന ഈ പറഞ്ഞ ബ്രാഞ്ചിങ് പാത്ത് ഫിക്ഷനെ പറ്റിയിട്ട് കുറച്ച് റിസർച്ച് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന സാധനമാണത്. റൈറ്റിംഗ് വെച്ചും അതിനകത്തുള്ള ഈ പറഞ്ഞ പോലെ ഗെയിം ആസ്പെക്ട് വെച്ചും നമ്മളെ വേറൊരു എലമെന്റ്, അതായത് ഒരു എക്സ്റ്റേണൽ ഒരു ഡൈസോ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഹാർട്ട് ഓഫ് ഐസ്. ഞാൻ കുറച്ച് ട്രൈ ചെയ്തതാണ്, അത് രസമാണ്, വായിക്കാൻ നല്ല സംഭവമാണ്. ബട്ട് പ്രോബ്ലം ഈസ് ദാറ്റ് യു ഹാവ് ടു എയ്തർ പ്രിന്റ് ഇറ്റ് ഔട്ട്, ബിക്കോസ് 340 പേജ് കണ്ടുള്ളൊരു ടെക്സ്റ്റാണ്, വലിയൊരു സംഭവമാണ്. ഞാൻ എൻ്റെ ലിങ്ക് ഇതിലിടാം, കിട്ടുവാണെങ്കിൽ. ദാറ്റ് ഈസ് വർത്ത് ട്രൈങ്, ബ്രാഞ്ചിങ് പാത്ത് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവർക്ക്. ഓക്കെ, ഇതിലത് വേറെ സെക്ഷനിൽ എവിടെ ഏത് ടോക്കിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ്. പ്ലീസ് കണ്ടിന്യൂ. ഒരു ചെറിയ കാര്യം ആഡ് ചെയ്യണം കേട്ടോ. ബാൻഡർ സ്നാഷ് എന്നുള്ള എപ്പിസോഡ് അത് നെറ്റ്ഫ്ലിക്സ് എടുത്ത് മാറ്റി ഈ മാസം. എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ മൂവി ആക്ച്വലി. ബ്ലാക്ക് മിറർ മൂവി ആയിരുന്നു. ബ്ലാക്ക് മിററിലെ ഒരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിരുന്നു. രസമായിരുന്നു. അത് നമുക്ക് ചോയ്സ് വെച്ചിട്ട് നമുക്ക് കഥ കൊണ്ടുപോകായിരുന്നു. പക്ഷെ നെറ്റ്ഫ്ലിക്സ് ഇന്ററാക്റ്റീവ് എപ്പിസോഡ്സ് ഒക്കെ എടുത്ത് കളയാണ്. അപ്പൊ എന്റെ കൂട്ടത്തില് ഈ മാസം അത് എടുത്ത് കളഞ്ഞു. ജസ്റ്റ് ഷെയറിങ് ദാറ്റ്. നമ്മള് നമ്മള് ബാലസാഹിത്യം പറഞ്ഞപ്പോ ഹാരി പോട്ടറിനെ മറക്കരുതെന്ന് പറയുകയാണ്. ഞാൻ ഹാരി പോട്ടർ വായിച്ചിട്ടില്ല, ഞാൻ സിനിമയും കണ്ടിട്ടില്ല. ഞാൻ സിനിമ 1-2 മാത്രമേ കണ്ടുള്ളൂ. അങ്ങനെ മനുഷ്യരുണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹാരി പോട്ടർ, ഫിലോസഫർ സ്റ്റോൺ അല്ല, ആക്ച്വലി ചേംബർ ഓഫ് സീക്രട്സ്, അസ്കബാൻ വായിച്ചിട്ടില്ല, ഡെത്ത്ലി ഹാലോസ് വായിച്ചിട്ടില്ല, ബാക്കിയെല്ലാം വായിച്ചതാണ്. ആക്ച്വലി എക്സാമിന്റെ തലേ ദിവസം, അതായത് എന്റെ എഞ്ചിനീയറിംഗ് ഫൈനൽ എക്സാമിന്റെ തലേ ദിവസമാണ് എനിക്ക് ഡെത്ത്ലി ഹാലോസ് കിട്ടുന്നത്. ഒബ്വിയസ്ലി വായിക്കാൻ പറ്റില്ലല്ലോ, ഒന്നെങ്കിൽ ഡെത്ത്ലി ഹാലോസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്. ഏതാണ് എന്റെന്ന് വെച്ചാൽ ഞാൻ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുത്തു എന്ന് പറയാം. അതുകൊണ്ട് ഞാൻ ഹാരി പോട്ടറിന്റെ ഏത് ബുക്കാണെന്ന് അറിയില്ല, എനിക്കൊന്ന് 4th ആണെന്ന് തോന്നുന്നു. കിട്ടിയ ഉടനെ ഞാൻ റൂമിനകത്ത് പോയി വാതിലടച്ചു, ഫുള്ള് തീർത്തിട്ടേ ഇറങ്ങി വന്നു. അത് ടൂർണമെന്റില് വിസർഡിംഗ് ടൂർണമെന്റിന്റെ ആയിരുന്നില്ലേ? ഗോബ്ലെറ്റ് ഓഫ് ഫയർ. ഞാനിപ്പോ ചെറുക്കനെ കൊണ്ട് വായിപ്പിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവൻ പറഞ്ഞ ഇത് ഭയങ്കര നീളം കൂടുതലാണ്, അച്ഛൻ കൂടെ ഇരുന്നാ ഞാൻ വായിക്കാന്ന്. ഞാനത് ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് അറിയാവുന്ന ഒരുപാട് പേർക്ക്, എന്റെ സിസ്റ്ററിനും ഒക്കെ വായനാശീലം കൊണ്ടുവന്ന ഒരു ബുക്കാണ് ഹാരി പോട്ടർ. അപ്പൊ ആ ഒരു പ്രതീക്ഷയില് ഞാൻ മോളെ കൊണ്ടൊന്ന് വായിപ്പിക്കാൻ നോക്കി. ഫസ്റ്റ് 3 ബുക്സ് വായിച്ചു. ഈ 4th ബുക്കായി കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് പഴക്കമുണ്ട്, പേജൊക്കെ മഞ്ഞിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തുടർന്നു പോരാ. എനിക്ക് ഇത് ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഫസ്റ്റ് ബുക്ക് വായിച്ചത് എന്നാണ് എന്റെ ഓർമ്മ. കാരണം നമുക്ക് ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, പരീക്ഷ കഴിയാൻ ചെയ്തു, ജോലിക്ക് കയറാറും ആയിട്ടില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അച്ഛൻ എൻ്റെ അടുത്ത് നിനക്ക് നാണാവില്ലേ ഈ കുട്ടികളുടെ ബുക്ക് വായിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇത് കുട്ടികളുടെ ബുക്കല്ല, ഇതൊരു കാരണം ഫസ്റ്റ് ബുക്കില് എനിക്കിപ്പോഴും അത്, ഞാനത് എന്റെ കസിൻസിന്റെ അടുത്ത് ഈ ബുക്സ് ഉണ്ട്, അവരുടെ അങ്കിള് മേടിച്ചു കൊടുത്തതാണ്. അപ്പൊ അവര് പറഞ്ഞു ചേച്ചി ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഫസ്റ്റ് ബുക്ക് എടുത്തു. അപ്പൊ അവരുടെ അടുത്ത് 5 ബുക്കും ഉണ്ട് കയ്യില്. അപ്പൊ ഫസ്റ്റ് ബുക്ക് ഞാൻ ഒരു രസത്തിന് എടുത്ത് വായിച്ചു കഴിഞ്ഞപ്പം അതൊരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്തു അതില്. നമ്മൾ പിന്നെ ഇൻവെസ്റ്റഡ് ആണ്, കാരണം നമുക്ക് എന്താ അടുത്ത് നടക്കണേന്ന് അറിയണം. ബിക്കോസ് ദേവ് മാനേജ്, എനിക്ക് ഓർമ്മയുണ്ട് ഇവർ ഈ ഫസ്റ്റ് ട്രെയിനിൽ പോകുന്ന സീക്വൻസ്, അതുമാതിരി ഈ 9-3/4 ഇതൊക്കെ നമ്മളെ ഒരു വലയാണ്. And then there is enough creepiness to keep you. ഇതിൽ there are എന്താ പറയാ
ഇതിൽ കുറെ എലമെന്റ്സ് ഉണ്ട് ദറ്റ് മേക്സ് us want to come back to it. അപ്പൊ അങ്ങനെ സെക്കൻഡ് ബുക്ക് വായിച്ചു, 3, 4, 5 വായിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 6ഉം 7ഉം ഞാൻ പിന്നെ വായിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടാണ്. there's a huge gap അതിന്റെ ഇടയിൽ ബുക്കുകൾക്ക് തമ്മിൽ. അതും അഗൈൻ ഫ്രണ്ട്സിന്റെ ബുക്കായിരുന്നു വായിച്ചത്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ലാസ്റ്റ് ബുക്ക് ഇറങ്ങിയപ്പം ഡെത്ലി ഹാലോസ് ഇറങ്ങിയപ്പം there was a queue in Singapore ഒരു ബുക്ക് സ്റ്റോളിൽ ഈ ബുക്ക് രാത്രി 11:30 മേടിക്കാനായിട്ട്. ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചു, പിന്നെ വെച്ച് ഐ എം അഡൾട്ട് നോ, ഞാൻ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ ഐ സ്റ്റിൽ ഹാവ്, ഞാൻ അത് കഴിഞ്ഞിട്ട് ഫുൾ സെറ്റ്. പീപ്പിൾ വർ സ്റ്റാൻഡിങ് ഇൻ ക്യൂ. അത് കഴിഞ്ഞിട്ട് എന്റെ കൂടെ വർക്ക്ഔട്ട് ചെയ്യുന്നൊരു ഗേൾ എൻ്റെ അടുത്ത്, പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് പറയായിരുന്നു, ഹർ സിസ്റ്റർ ഹാഡ് ഫസ്റ്റ് എഡിഷൻ ബുക്സ് ഇത്ര ഇതിന്റെ വന്ന ഉടനെ വാങ്ങിച്ച ബുക്കുകൾ ഈ പറഞ്ഞ വായിച്ച് മഞ്ഞയൊക്കെ ആയി ചട്ടയൊക്കെ ഇങ്ങനെ ബ്ലാനായിട്ട് ഇവരുടെ അടുത്ത് കളഞ്ഞു അത്രേ. അതെനിക്ക് ഫസ്റ്റ് അറിയാം. നൗ ഐ റിയലൈസ് വാട്ട് എ ബിഗ് മിസ്റ്റേക്ക് ഐ മെയ്ഡ്. ബിക്കോസ് അത് ഫസ്റ്റ് എഡിഷൻ ബുക്സ് ആണ്, അതൊക്കെ എടുത്ത് വെക്കേണ്ട ബുക്കുകളാണ്. കളക്ടേഴ്സ് എഡിഷൻ ആയിരുന്നു അതൊക്കെ. How old it is ഇപ്പോഴും, if it can influence people, children into reading, I don't agree with the author's കുറെ വ്യൂസ്, പക്ഷെ she's done a great job. Yeah. I mean, she completely took a U-turn at some point, right? ഈ പ്രൊപ്പഗാൻഡ ഒക്കെ അങ്ങ് എടുത്തു. ഒരു ആവശ്യമില്ലായിരുന്നു അതിന്റെ ഒക്കെ, വെറുതെ. So, yeah, finish. Good. പിന്നെ അവരുടെ സ്റ്റോറിയും ഒരു റാഗ്സ് ടു റിച്ചസ് സ്റ്റോറി ആണല്ലോ, ഓഥറിന്റെ സ്റ്റോറി. ദാറ്റ് ഈസ് ഓൾസോ വെരി ഇൻസ്പയറിംഗ് ആണ്. പ്ലേജിയറിസം അലിഗേഷൻസ് ഉണ്ട്, പക്ഷെ എന്നാലും because she told, like, she conceived this idea when she was, I think she was carrying, or I think she was divorced, right? I mean, I think she was carrying and she started writing this. She got the inspiration when she was traveling, to some place. I mean, she was in a train. പക്ഷെ അതൊക്കെ പറഞ്ഞ് എഴുതി ഈ സാധനം ബുക്ക് ആദ്യം ഇറങ്ങി വന്നപ്പോൾ വേറൊരു ഓതർ വന്ന് പറഞ്ഞു, പുള്ളിക്കാരി പബ്ലിഷ് ചെയ്തൊരു പുസ്തകത്തിന്റെ അതേ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇറ്റ് വാസ് ഓൾസോ അബൌട്ട് എ ബോയ് വിസാർഡ്. അപ്പൊ അത് എന്തോ സെറ്റിൽ ചെയ്യുമോ എന്തോ ചെയ്തു, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി വേറെ രസമായിട്ടുള്ള സംഭവമുണ്ട്. ഈ ബുക്കൊക്കെ വരുന്നതിന് മുന്നേ ഒരു ഏർലി 90s-ലോ 80s-ലോ മേ ബി 70s-ലോ എങ്ങാണ്ട് വളരെ ഒരു ബി ഗ്രേഡ് TV മൂവി ഏതാണ്ട് ഹാരി പോട്ടർ എന്ന് പറഞ്ഞ കുട്ടിയെ കുറിച്ച്. എക്സാക്ട് നെയിം ഹാരി പോട്ടർ, ആൻഡ് ഇറ്റ്സ് ഇൻ അബൌട്ട് ദ വിസേർഡിംഗ് വേൾഡ്. ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, I'll share that. It's actually it's an amazing coincidence. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പുള്ളിക്കാരി ഇവിടുന്ന് കോപ്പി അടിച്ചാന്ന്. It's a very British name അല്ലേ? ആ സമയത്തുള്ള ഹാരി എന്നുള്ളത് പേര് കുറച്ച് പോപ്പുലർ ആണ്. Harry Potter. Saint Potter. ഹാരി പോട്ടറിന്റെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ബുക്സ് എല്ലാം നമ്മളോടൊപ്പം വളരുന്നുണ്ട്. ഇത് ഫസ്റ്റ് ബുക്ക് വേണമെങ്കിൽ ചിൽഡ്രൻസ് ബുക്ക് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, പക്ഷെ പിന്നീടുള്ള ബുക്സ് കുറച്ചും കൂടെ ഡാർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹോബിറ്റ്, ലോർഡ് ഓഫ് ദ റിങ്സും അങ്ങനെയായിരുന്നല്ലോ. ഹോബിറ്റ് വാസ് എ വെരി ലൈറ്റ് റീഡ്, വളരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സാധനമായിരുന്നു. പക്ഷെ ദ മൊമെന്റ് ഇറ്റ് വെന്റ് ഇൻ ടു ലോർഡ് ഓഫ് ദ റിങ്സ്, നമ്മുടെ റെയ്റ്റ്സും സൗറോണും സാറുമാനും ഒക്കെ വന്ന് കംപ്ലീറ്റ്ലി ഡാർക്ക് ആക്കി കളഞ്ഞു. അത് ഹോബിറ്റ് ശരിക്കും ബാലസാഹിത്യത്തിൽ ഞാൻ കൂട്ടും, പക്ഷെ ലോർഡ് ഓഫ് ദ റിങ്സ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ചിൽഡ്രൻസ് ഫിക്ഷൻ. ഹാരി പോട്ടർ ഗെറ്റ്സ് ഡാർക്കർ. ഓർഡർ ഓഫ് ഫീനിക്സ് ആവുമ്പോഴേക്കും ഇറ്റ് ഗെറ്റ്സ് വെരി ഡാർക്ക്. അത് വായിച്ചപ്പോ ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ പിള്ളേർ ഇത് വായിക്കുന്നത് അത്ര ശരിയല്ലല്ലോ എന്ന് ഞാൻ മനസ്സിലാലോചിച്ചു. ഏതോ ഒരു എപ്പിസോഡില് യൂസ് ദാറ്റ് വേർഡ്. ഞാൻ അയ്യോ മാറി ജോൺറ മാറി. കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി ആണല്ലോ ഹാരി പോട്ടർ. ആ ഏജ് ഗ്രൂപ്പിൽ വായിച്ചു തുടങ്ങിയ ആളുകൾക്ക് പുള്ളിയൊരു ടീൻ ഗ്രോയിങ് അപ്പ് വിത്ത് ഹാരി പോട്ടർ ആണ്. അവർക്കത് ഓക്കെ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് ഗ്രോ അപ്പ് ചെയ്തു, കാരണം ഒരുമിച്ച് വായിച്ചോണ്ട്. പക്ഷെ എന്ത് പറഞ്ഞാലും പുള്ളിക്കാരിയുടെ ആ നോട്ട്സ് ഒരു ഓർമ്മയുണ്ടോ? ഒരു ടൈം ടേബിൾ പോലത്തെ ഒരു നോട്ട് ഉണ്ടാക്കിയത്, അത് എവിടെയോ ഓരോ പോസ്റ്റ് ചെയ്തിരുന്നു. എല്ലാം ലിങ്ക്ഡ് ആണ്, പുള്ളിക്കാരി എല്ലാം പ്ലാൻ ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ പ്ലോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ്. ഷീ പ്ലോട്ടഡ് ദ ഹോൾ തിങ്, ഷീ ഔട്ട്ലൈൻ ദ ഹോൾ തിങ്, റൈറ്റ്, ദ ഹോൾ സീരീസ്. അപ്പൊ അതൊക്കെ എങ്ങനെ ലിങ്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഇത്, അത് ഒരു റഫ് നോട്ടാണ്.
അത് പോസ്റ്റ് ചെയ്തിരുന്നു. അതിനിടയിൽ നമ്മുടെ ഗ്രൂപ്പിൽ എവിടെയോ എനിക്ക് ബിബ്ലിയോളിക്സിനകത്തോ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഫിഗ്മാഗിനോ അങ്ങനത്തെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലെവിടെയോ ആരോ പോസ്റ്റ് ചെയ്തിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. മേ ബി ഇൻ ഇൻഫി ബ്ലോഗേഴ്സ്. എനിക്ക് അതില് സ്നേഹിപ്പിന്റെ പാർട്ട് വന്നപ്പോ എനിക്കത് ഭയങ്കരമായിട്ട് അതുവരെ ഞാനത് കൊണ്ട് വായിച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പാർട്ട് ഹാരിയുടെ അമ്മയെ പുള്ളിക്ക് ഇഷ്ടമായിരുന്ന ഭാഗം എന്നുള്ള ബാക്ക് സ്റ്റോറി പുറത്തു വരുമ്പം യുവർ അതില് അത്രയും നേരം നമ്മൾ വിചാരിച്ചിരുന്നത് ഹാരിയുടെ അച്ഛൻ ജെയിംസ് പോട്ടർ ഒരു നല്ല ആളാണ്. He was murdered. He was on the side of the right, and then this Half-Blood Prince changes everything because Harryയുടെ അച്ഛൻ was a bully. Yeah. There is no two ways to it. ഇയാളൊരു സ്നേപ്പ് ഒരു വളരെ നേർഡ് എന്ന് വിളിക്കാവുന്ന ഒരു ക്യാരക്ടറിനെ അത്യാവശ്യം നല്ലോണം ബുള്ളി ചെയ്തിട്ടുണ്ട് അയാള്. Those are Actually, things that അതൊരു change. Perspectives അത് നമ്മള് മാറ്റുന്ന ഒരു ബുക്കായിരുന്നു. നമുക്ക് ശരിക്കും റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കാരണം നമുക്കൊരു ടീനേജ് ഫേസ് ഒക്കെ കഴിയുമ്പോഴും ചിലപ്പോൾ പല വിഗ്രഹങ്ങളും ഉടയും. നമ്മള് ഗാന്ധിജിയെ വലിയൊരു സ്ഥാനത്ത് കൊണ്ട് വെച്ചേക്കുമായിരിക്കും. പിന്നീടാണ് അയാളുടെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതും. അതുപോലെ ഒരുപാട് ഹീറോസ് എന്താ പറയാ Never meet your hero. It's ഹീറോസിനെ part of growing up. Coming of age ആണല്ലോ നമുക്കും അത്. അതെ അതെ പബ്ലിക് ഫിഗേഴ്സ് തന്നെ ആയിരിക്കില്ല ഫാമിലി തന്നെ ഉള്ള ആൾക്കാരായിരിക്കും പലപ്പോഴും. പക്ഷെ പാർട്ട്ലി സ്നേപ്പിന്റെ ട്രാൻസ്ഫോർമേഷൻ, സ്നേപ്പ് ഡെത്ത് ഈറ്റേഴ്സിൽ ചേരാനുള്ള കാരണം പോലും ഒരുപക്ഷെ ഇവരായിരിക്കാം. ഈ സീരിയസ് ബ്ലാക്ക് ആൻഡ് ജെയിംസ് പോട്ടർ ആ ഗ്രൂപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അവരുടെ പുള്ളിയും കാരണമായി. തള്ളി 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 ബിക്കോസ് നമുക്ക് പ്രിസണർ ഓഫ് ആസ്കബാൻ തുടങ്ങുമ്പം സീരിയസ് ബ്ലാക്ക് ഒരു പൊട്ട ക്യാരക്ടറാണ്. ആസ് ഇൻ ഹീസ് someone he's portrayed as a villain, he turns out to be a good person, and then when you come to Half-Blood Prince you realize he wasn't great, saved ഹാരി പോട്ടറിനെ രക്ഷിച്ചുവെങ്കിലും അയാള് അത്ര ഭയങ്കര ഒരു അടിപൊളി ക്യാരക്ടർ അല്ല എന്ന് നമുക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത്. ആൻഡ് ദെൻ സഡൻലി സ്നേപ്പ് ഇസ് ലൈക്ക് he's been always trying to protect. അപ്പോൾ then you go back to ഇവരാ വിസിറ്റിംഗ് ടൂർണമെന്റില് ഉള്ള സീക്വൻസ്. അത് പിന്നെ മൂവിയിലാണ് പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഇത്. വെരി സീൻ ഇസ് മട്ടറിങ് വെൻ വിസിറ്റിംഗ് ടൂർണമെന്റിൽ ഫസ്റ്റ് ബുക്കിൽ എന്തോ വോൾഡമോർട്ട് മാഷായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഈ സിനിമ ആണ് വിചാരിച്ചിരുന്ന സ്നേപ്പ് ആണ് ഇവനെ തട്ടിയിടാൻ നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ളത്. ബട്ട് ഹി വാസ് ആക്ച്വലി ട്രൈയിങ് ടു പ്രൊട്ടക്ട്. കൗണ്ടർ ഇത് ചെയ്യായിരുന്നു. അത് എനിക്ക് കണ്ടതായി ഓർമ്മയുണ്ട്. 1-2 ഞാൻ സിനിമ കണ്ടു. And then you realize, എന്നിട്ട് അങ്ങോട്ട് മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. Like I couldn't imagine anybody else being Snape. ഹാരി പോട്ടർ കഴിഞ്ഞെങ്കിൽ നമുക്ക് റോൾ ഡാലിലോട്ട് കിടക്കാം. Yes. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറുക്കനെ തല്ലിയിരുത്തി വായിച്ചു കൊടുക്കുന്ന സാധനങ്ങളാണ് മറ്റേ ബിഗ് ഫ്രണ്ട്ലി ജയന്റ്, പിന്നെ ചാർലി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. ഇത് പുള്ളിയുടെ വേറൊരെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഫാന്റാസ്റ്റിക് മിസ്റ്റർ ഫോക്സ്. Oh, I love that movie. സിനിമ എന്നുള്ളതാണ്, ബുക്ക് എന്നുള്ളതാണ്. നല്ല രസമാണ്. നല്ല ആനിമേഷൻ ആണ് സിനിമയുടെ. ഞാൻ 10 വട്ടം കണ്ടു. നല്ല ഉഗ്രൻ ആനിമേഷൻ ആണ് അതിന്റെ. പക്ഷെ റോൾഡ് ഡാലിന്റെ അഡൾട്സിന്റെ ബുക്സ് ഉണ്ട്. മൈ ഗോഡ്, അത് അഡൾട്സ് എന്നല്ല, അഡൾട്സ് ഒൺലിയാണ് സാധനം. 1-2 ആക്ച്വലി എന്റെ ഹൊറർ കളക്ഷൻ അല്ല, പുള്ളിയുടെ ഒരു കംപ്ലീറ്റ് കളക്ഷൻ ഉണ്ട്, ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട്. ഒരു തലയോട്ടിയുടെ പടം, ബ്രെയിൻ തുറന്നു വെച്ചാണ് സംഭവം അല്ലെ. ഒരു ഭർത്താവിന്റെ ബ്രെയിൻ പ്രിസർവ് ചെയ്യുന്നത്. അതെല്ലാം കംപ്ലീറ്റ് ലാസ്റ്റ് ലൈൻ ട്വിസ്റ്റ്. അതുവരെ കൊണ്ടുവന്ന ലാസ്റ്റ് ലൈനിൽ കംപ്ലീറ്റ് മറിച്ചിരുന്നു. റോയൽ ജെല്ലി. ഇയാൾക്ക് കുറെ കപ്പിൾ സ്റ്റോറീസ് ഉണ്ട്. Where there is like enough. There is this one where the wife always likes to be on time. മോളെ കാണാൻ എന്തോ ഒരു ഫ്ലൈറ്റോ ട്രെയിൻ എന്തോ പിടിക്കണം. ഹസ്ബൻഡ് ഇസ് ലൈക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് അയാൾ റെഡി ആവുന്നത്. ലേറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ വേണ്ടത് ഇഷ്ടമാണ് ചെയ്യുന്നത്, ജസ്റ്റ് ഇറിറ്റേറ്റ് ഹർ ആൻഡ് ഷീ ഈസ് റെഡി. പക്ഷെ ഒരു ടാക്സി വരുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഷീ ഈസ് റെഡി. ഷീ പുട്ട് ഹർ
ഇയാളുടെ ബാഗും അവരുടെ ബാഗും ഒക്കെ എടുത്ത് താഴെ വെച്ച് വെയിറ്റ് ചെയ്യും അവരുടെ മാൻഷനിൽ. ഇയാൾ വരുന്നില്ല. അവസാനം ടാക്സി വരുമ്പോൾ ഇവര് മാത്രം കയറി പോകും. അത് കഴിഞ്ഞിട്ടാണ് അറിയണത് ഇയാൾ ആക്ച്വലി ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയി. ഉം, 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 ഉം. അയാൾ അവിടെ ഇട്ടിട്ട് ആസ്പത്രി പോയി. 2 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അയാള് ലിഫ്റ്റിൽ അതുപോലെ അസ്ഥിമഞ്ജരമായി ഇരിപ്പുണ്ട്. അതുപോലെ ഒന്ന് രണ്ട് ഉഗ്ര സാധനങ്ങൾ. ഒരു മനുഷ്യനുണ്ട്, പുള്ളി ഇങ്ങനെ വീടുകൾ തോറും പോയിട്ട് അവിടുത്തെ ഫർണിച്ചർ നോക്കും. എന്ന് വെച്ചാൽ പഴയ ആന്റിക് ഫർണിച്ചർ ഉണ്ടെങ്കിൽ പുള്ളി ഇത് ചിപ്പ് ആൻഡ് വില ഡെയിൽ കുറവാണ്. ഫർണിച്ചേഴ്സ് അല്ലേ? ചിപ്പ് ആൻഡ് ഡെയിൽ ഫർണിച്ചർ, ആ അത് തന്നെ. ആ ഇത് വീക്കെൻഡ്സ് കാറും പോണം. ഫയർവുഡ് ആയിട്ട് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകും. എന്നിട്ട് ഒരിടത്തുനിന്ന് നല്ല ഉഗ്ര ഒരു സാധനം കിട്ടി റെഡി ആക്കി കഴിയുമ്പോ അവര് ഫയർവുഡ് ആക്കാനില്ല എന്ന് പറഞ്ഞ് കൊത്തി നുറുക്കി കൊണ്ട് കൊടുക്കും. അതിന്റെ കാലല്ലേ, അതിന്റെ അല്ല, കാലല്ല, മുഴുവൻ സാധനം മുഴുവൻ കൊടുത്തിട്ട് സാധനം. ഫയർവുഡ് കണ്ടീഷനിലാക്കി കൊടുക്കും. അല്ല, അതിന്റെ എന്നിട്ട് ഭയങ്കര സന്തോഷമായിട്ടാ പറയണത്, നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അതെ, അതെ. സെയിം തിങ് ആക്ച്വലി ജെഫ്രി ആർച്ചറിന്റെ മറ്റേ ക്വിവർ ഓഫ് ഫുൾ ഓഫ് ആരോസിനകത്ത് ഒരു കഥയുണ്ട് ഇതുപോലെ തന്നെ. ശരിയാ. അനി അതാണോ ഇത്? അല്ല, ആക്ച്വലി ഇതിനകത്ത് ഈ പറയുന്ന സംഭവം ഇതുപോലെ പറഞ്ഞിട്ട് അവര് കൊണ്ടേ കൊടുക്കുന്ന സാധനത്തിനകത്ത് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നത് ഉണ്ടാവില്ല. എന്തോ ഒരു സ്റ്റാച്ചു എന്തോ സാധനമാണ്. അപ്പൊ അതിന്റെ ബേസ് എന്തോ ആണ് വേണ്ടത്. സ്റ്റാച്ചുവിന് വലിയ വിലയൊന്നുമില്ല, ബേസിനാണ് വില. I know that story. അല്ലെ, അതേപോലെ ഒരു സംഭവമാണ് ഈ കഥയും, ഈ ചിപ്പന്റെ ഫർണിച്ചറിന്റെ കഥയും. എനിക്ക് തോന്നുന്നു രണ്ടും ഒരേ ടൈപ്പാണ്. അല്ല, ജെഫ്രി ആഷിന്റെ ആ സ്റ്റോറി അത് ഇത് കുറച്ച് വ്യത്യാസമുണ്ട് ആ കേട്ടോ. ജെയിൻ സ്റ്റാച്ചുവിന്റെ അല്ലേ? ഞാൻ അതല്ല ആരെങ്കിലും ഉദ്ദേശിക്കുന്നത്, വേറെ അത് അതെനിക്ക് തോന്നുന്നു ഒരു ഹിസ്റ്റോറിക്കൽ ഒരുപാട് ഒരു ടൈം ലൈൻ കുറെ കാലം ഘട്ടം മുന്നേ ഉള്ളൊരു കഥയായിട്ടാണ് തുടങ്ങുന്നത്. ഒരാളൊരു സ്റ്റാച്ചു ഉണ്ടാക്കി അതൊരു ബേസിൽ ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, ആ സ്റ്റാച്ചു വിൽക്കാൻ പോവാണ്. അപ്പൊ നോക്കുമ്പോ സ്റ്റാച്ചുവിന് നല്ലൊരു ബേസ് വേണം. അപ്പൊ ആ ബേസ് ഫിക്സ് ചെയ്യും. എന്നിട്ട് ഈ സ്റ്റാച്ചു ഇങ്ങനെ ഓരോ സെഞ്ചുറീസിൽ കൂടെ ഇങ്ങനെ കടന്നു പോകും. കടന്നു പോയിട്ട് ഒരു പുതിയ ഓപ്ഷൻ ഹൗസിൽ എത്തുമ്പോ അവരൊന്ന് ഇതിന്റെ വിലയൊന്ന് നിർണ്ണയിക്കാൻ നോക്കും. അപ്പൊ നിർണ്ണയിക്കുമ്പോ ഈ സ്റ്റാച്ചുവിന് വലിയ വിലയില്ല, പക്ഷെ ആ ബേസ് ഇറ്റ്സ് ക്വൈറ്റ് ഓൾഡ്. അപ്പൊ അതാണ് സ്റ്റോറി. ഐ ലൈക്ക് ദാറ്റ് സ്റ്റോറി. അതുകൊണ്ടത് മനസ്സിൽ തങ്ങിയിരുന്നു. ബട്ട് സോറി, നമ്മള് ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൽ നിന്ന് മാറിപ്പോവുകയാണ്. അല്ല, ബാക്ക് ടു റോൾഡ് ഡാൽ. അപ്പോ ഈ റോൾഡ് ഡാലിന്റെ ഒരുമാതിരി എല്ലാ കഥകളും അവര് കുറെ ആനിമേറ്റഡ് സീരീസും സിനിമകളും ഒക്കെ ആക്കിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തിലും എല്ലാം ഉണ്ട്. ഈ BFG ഉണ്ട്, പിന്നെ ഫാന്റാസ്റ്റിക് മിസ്റ്റർ ഫോക്സ് ഉണ്ട്, ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി ഓഫ് കോഴ്സ് നമ്മുടെ ജോണി ഡെപ്പിന്റെ സിനിമയുണ്ട്. അത് കുറെ സിനിമയുണ്ട്, സീരീസും ഉണ്ട്. അത് പക്ഷെ ഭയങ്കര മോർബിഡാണ്. മാധവനൊക്കെ എനിക്ക് തോന്നുന്നു അവൻ 5 വയസ്സെന്തോ ഉള്ളപ്പോഴാണ് അത് കണ്ടത്. അവൻ ഭയങ്കരമായിട്ട് ട്രോമാറ്റൈസ്ഡ് ആയിപ്പോയി അത് കണ്ടിട്ട്. മറ്റേ കൊച്ച് ഇതായി മാറത്തില്ല, ബ്ലൂബെറി ആയിട്ട് മാറുമല്ലോ ഒരു പെണ്ണ്, അതൊക്കെ കണ്ടിട്ട്. പിന്നെ റോൾഡാൽ പോലെ വേറൊരാളുണ്ട് റസ്കിൻ എനിക്ക്. ബോണ്ട്. ഓ യാ, റസ്കിൻ ബോണ്ട് പക്ഷെ പിള്ളേരുടെ അല്ലല്ലോ, അത് കുറച്ചുകൂടി നല്ല കിഡ്സ് ഉണ്ട്. കിഡ്സ് ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. മിക്കവാറും കുറെ റസ്കിൻ ബോണ്ട് ഞാൻ വായിച്ചേക്കുന്നത് ആസ് എ ടീനേജർ ഒക്കെ വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള ഒരു സ്റ്റോറി ഈസ് അബൌട്ട് ദിസ് ബോയ് ഹൂസ് വെയിറ്റിംഗ് ഒരു സ്റ്റേഷനിൽ ട്രെയിൻ പിടിക്കാൻ എന്തോ നിൽക്കുന്നത്. ആൻഡ് ഒരു മദർലി ഫിഗർ, ഒരു സ്ത്രീ വൈറ്റ് സാരിയെ കൊടുത്തിട്ട് ഐ തിങ്ക് ഷീസ് ലോസ്റ്റ് ഹെർ ചൈൽഡ്, ഷീസ് പുവറർ വുമൺ. അപ്പൊ That is not revealed actually. She lost a child. I mean, അങ്ങനെയല്ല, നമ്മളടുത്ത് സ്പെക്കുലേറ്റ് ചെയ്യാൻ പറയാണ്. പറയാം. ഒരു കുട്ടി ഒരു റോഡ് മറ്റേ ട്രെയിൻ പാളം ക്രോസ് ചെയ്യുമ്പോൾ ഒരു എഞ്ചിൻ വരുന്നുണ്ട് ഷണ്ട് ചെയ്തുകൊണ്ട്. അപ്പൊ ഈ വാക്കൊക്കെ ഓർമ്മയുണ്ട്, ഷണ്ടിങ് എന്താന്നൊക്കെ അന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്. എന്താണ് ഷണ്ടിങ് എന്നൊക്കെ അറിയാം. അപ്പം ഈ കുട്ടീനെ ഇങ്ങനെ അമർത്തി പിടിക്കുന്നുണ്ട്. ആ കൊച്ച് റോഡ് ക്രോസ് ചെയ്യുന്ന കണ്ടിട്ട് പുള്ളിക്കാരി. അപ്പൊ നമ്മളത് ഇൻഫർ ചെയ്യേണ്ടത്, ഷീ ലോസ്റ്റ് സംവൺ. അപ്പോ അങ്ങനെ ഒരു കഥ. അത് എനിക്കറിയില്ല, റസ്കിൻ ബോണ്ടാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞപ്പോ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് കഥയുടെ പേര് ട്രെയിൻ ടു ഡിയോലി അങ്ങനെ എന്തോ അല്ലേ? അതൊരു സീരീസ് ആയിരുന്നു. കുറെ ബുക്ക്, ഈ റെയിൽവേ സ്റ്റേഷൻ, ഡിയോലി റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന കഥകളുടെ ഒരു കഥാസമാഹാരമായിരുന്നാണ് എന്റെ ഓർമ്മ. അതുമാതിരി ഗോസ്റ്റ്സ് ഓഫ് ദ ഹിൽസ്. പഠിക്കാനുണ്ടായിരുന്നു, ലിറ്റററി റീഡർ. എന്നിട്ട് അവസാനം ഈ കുട്ടി, there was another lady who's a rich lady who's being very condescending ഈ സ്ത്രീയുടെ അടുത്ത്. അപ്പൊ പൂവാറാകുമ്പോ ഇവൻ ഈ സ്ത്രീയുടെ അടുത്ത് ബൈ മദർ എന്നെന്തോ പറഞ്ഞിട്ട് വണ്ടി കയറും. അങ്ങനെ എന്തോ ആണ് എന്റെ ലാസ്റ്റ് ഇത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സോഫ്റ്റ് നമുക്കിങ്ങനെ
ഫീൽ ഗുഡ് ആക്കി നിർത്തുന്ന കഥ. കാരണം പുള്ളിയുടെ ചില ഗോസ്റ്റ് സ്റ്റോറി ഒന്നും അത്ര ഓക്കെ അല്ല. പക്ഷെ ദിസ് ഇസ് വൺ ഓഫ് ദ ബ്ലാസ്ഫമി. സ്റ്റോറീസ്. പ്രറ്റിന്റെ ഹൗസ് ഓർമ്മയില്ലേ? അത് നല്ലൊരു റസ്കിൻ നല്ലൊരു ബോണ്ട്. സ്റ്റോറിയാണ്, അത് ഫണ്ണി സ്റ്റോറിയാണ്. ഫണ്ണി സ്റ്റോറിയാണ്. പ്രറ്റിന്റെ ഹൗസ്. ഒരു വീട്ടില് അത് ഡിസ്റ്റർബൻസസ് തുടങ്ങും. പോൾട്ടർഗീസ്റ്റ് ആണ്. പക്ഷെ ആള് ഭയങ്കര ഫണ്ണി ആളാണ്. അതായത് മറ്റേ അപ്പൂപ്പന്റെ കണ്ണട കൊണ്ടിട്ട് ചുമരിലുള്ള മറ്റേ ബോറിന്റെ ഇതിൽ കൊണ്ടുവെക്കും, മൂക്കിൽ കൊണ്ടുവെക്കും. അല്ലെ അങ്ങനെ അങ്ങനെ കുറെ സംഭവങ്ങളാണ് പുള്ളി ചെയ്യുന്നത്. പുള്ളി കുറെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്ത് അവസാനം ഇവര് വീട് മാറാൻ പോവാ. സ്വാമിമാരെയൊക്കെ കൊണ്ടുവന്ന് പൂജയൊക്കെ നടത്തും. ഈ സാധനം പോവില്ലെന്ന് മനസ്സിലാവും. അപ്പൊ ഇവര് വീട് മാറാൻ പോകുമ്പോ വണ്ടിയുടെ മുകളിൽ നിന്ന് ശബ്ദം കേൾക്കും. പുള്ളി എന്റെ മുകളിൽ എന്തോ ചിരിക്കുന്ന ശബ്ദം കേൾക്കും. അതായത് കൂടെ വരുവാന്ന് ആള്. ഓ അത് ശരി. കൂടെ വരാൻ. പിന്നെ അത് കൊ- പറഞ്ഞു അങ്ങനെ പറഞ്ഞു. അല്ല, കുറെ ഫണ്ണി ഇൻസിഡൻസസ് ഉണ്ട് അതിനകത്ത്. ഉം. സ്പോയിലേഴ്സ് ആയിരിക്കും ചിലപ്പോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇവര് ടൂത്ത് പേസ്റ്റിന് പകരം ഷേവിംഗ് ക്രീം എങ്ങാണ്ട് കൊണ്ടുവയ്ക്കും പ്രേതം. അപ്പൊ ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് അങ്കിളുടെ വായ പറഞ്ഞു വരുന്നത്, ആന്റി ഓടിപ്പോ, അയ്യോ പേ ഇളകി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോ. അത് ഞാൻ ആദ്യം ഇതേപോലെ പ്രെറ്റിന്റെ ഹൗസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നോട് പിന്നെ ജസ്റ്റ് ഒരു ഹിന്ദിക്കാരനാ പറഞ്ഞത് ട്രെറ്റ് അല്ല, അത് പ്രേതാണ്. പ്രേത്തിന്റെ ഹൗസ്. ഓൾസോ വേറൊരെണ്ണം ഉണ്ടായിരുന്നു, റസ്കിൻ ബോണ്ടിന്റെ കഥയാണ് പിന്നെ മനസ്സിലായത്. കാരണം ഈ ഇടയ്ക്ക് ഞാൻ വിസ്പേഴ്സ് ഇൻ ദ ഡാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കളക്ഷൻ, പുള്ളിയുടെ ഗോസ്റ്റ് സ്റ്റോറീസിന്റെ ഒരു കളക്ഷൻ വാങ്ങിയിരുന്നു, അവന്റെ ലൈബ്രറിയിൽ നിന്ന് എടുത്തായിരുന്നു. അപ്പൊ അതില് ഒരു സ്റ്റോറി ഓർമ്മയുണ്ടോ? രാത്രി ഒരു ട്യൂട്ടർ, പുള്ളി രാത്രി എവിടെയോ പോയിട്ട് തിരിച്ചു ഫേസ് വരും. ഇൻ ദ ഡാർക്ക്. ഫേസ് ഇൻ ദ ഡാർക്ക്. ഒരു കുട്ടി ഇരുന്ന് കരയുന്നുണ്ടാവും. അപ്പൊ പുകം പൊത്തിയിരുന്ന് കരയുവാണ്. അപ്പൊ അവൻ ചോദിക്കും എന്താ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കും. അപ്പൊ ഒന്നും പറയില്ല. അവസാനം പുള്ളി കൈ എടുക്കുമ്പോഴാണ് കാണുന്നത് കുട്ടിക്ക് ഫേസ് ഇല്ല. അപ്പൊ ഇയാള് പേടിച്ച് ഓടും. രാത്രി ഓടിയിട്ട് ഏതോ ഒരു സ്ഥലത്തെത്തും. ഒരു വാച്ച്മാൻ അതുപോലെ നിൽക്കുന്നുണ്ട്. വാച്ച്മാൻ ഒരു ഡാർക്കിലേ നിൽക്കുന്നത്. അയാൾ ചോദിച്ചു, അയാൾ പറയും ഞാൻ ഇങ്ങനെ ഒരു സാധനം കണ്ടു എന്ന് പറയും. ഇങ്ങനത്തെ ഫേസ് ആണോ എന്ന് ചോദിച്ചു പുള്ളി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോ അയാൾക്ക് ഫേസ് ഇല്ല. ആ ഒരു കഥയുണ്ടായിരുന്നു. അത് പക്ഷെ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു ഞങ്ങൾക്ക്. അത് ഒരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ബൈ റസ്കിൻ ബോർഡിന് അടിയിൽ എഴുതിയതുകൊണ്ട് മനസ്സിലായി നോ ഓതറാന്നുള്ള കാര്യം. ആ കഥ ഞാൻ ഈ ബുക്കിൽ കണ്ടു, ഈ സംഭവത്തിൽ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ഇത് വായിച്ചിട്ടുണ്ടല്ലോ കാര്യം. അതില് പുള്ളി ഹ്യൂമർ ചേർക്കുന്നുണ്ട് കേട്ടോ. ലൈക്ക് ഫസ്റ്റ് ആ കുട്ടിയുടെ സംഭവം കഴിയുമ്പോ അവിടെ പുള്ളി എഴുതി വെക്കുന്ന ഫോർ മോസ്റ്റ് പീപ്പിൾ ദ സ്റ്റോറി വുഡ് ഹാവ് എൻഡഡ് ദെയർ എന്ന് വെച്ചാൽ ആ സ്ഥലത്തുമ്പോഴൊക്കെ എല്ലാവരുടെയും കഥ കഴിഞ്ഞു. പക്ഷെ ഈ ട്യൂട്ടർ പിന്നെ ഓടിപ്പോയിട്ട് പിന്നീട് ആ വാച്ച്മാനെ കാണും. അപ്പൊ വാച്ച്മാൻ ലാസ്റ്റ് സാർ ഇതേപോലെയാണെന്ന് പറഞ്ഞ് ആ വിളക്ക് പൊക്കി കാണിക്കുമല്ലോ. അപ്പൊ ഒന്നുമില്ല, നോട്ട് ഈവൻ എൻ ഐബ്രോ. ദാറ്റ്സ് ദ വേർഡ്, നോട്ട് ഈവൻ ഐബ്രോ. ഐബ്രോ. എന്നിട്ട് അത് പറയുമ്പോഴേക്കും then he had his heart attack. ഈ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഫേസ് ഓൺ ദ വോൾ ഓർമ്മയുണ്ടോ? ഒരാള് ഒരു Yes. ക്ലബിൽ പോയി കഥ പറയുന്നത്, സെന്റ് പിറ്റ്സ്ബർഗ് അങ്ങാണ്ട് അതിന്റെ ആ സ്ഥലത്തിന്റെ പേര് പറയുന്നത്. പുള്ളി ഒരു ക്ലബിൽ പോയി കഥ പറയാണ്. പുള്ളി സിക്കായിട്ട് കിടക്കുന്ന സമയത്ത്, ഒരു റൂമിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ചുമരിൽ കുറച്ച് ഡാംനെസ് ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഒരു ഫേസ് ഫോം ചെയ്യുന്നതായിട്ട് കാണും. അതിൽ നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ, അതിനകത്ത് പല പിക്ചേഴ്സും ഉണ്ടെന്ന്. അപ്പൊ പുള്ളി ഒരു ഫേസ് ആണ് കാണുന്നത്. ദിവസം ചെല്ലുന്തോറും ആ ഫേസ് ഇങ്ങനെ കയറി മറ്റേ അതായത് കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് വരും. പിന്നെ അതേ ഛായയുള്ള ആളെ ഇയാൾ വേറൊരു ക്ലബിൽ വെച്ച് കാണുന്ന ഒരു കഥയുണ്ട്. അത് നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാണ്ടായിരുന്ന ഒരു സംഭവമാണ്. CBSE ലിറ്റററി റീഡർ തന്നെയാണെന്ന് തോന്നുന്നു. ബ്ലാക്ക് എയറോപ്ലെയിൻ ഇതുപോലൊരു സാധനം. ഞാനതിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുമായിരുന്നു. ബ്ലാക്ക് എയറോപ്ലെയിൻ ഇതുപോലൊരു മിസ്റ്ററി സ്റ്റോറിയാണ്. അപ്പോൾ ടെയിൽ സ്പിൻ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു എപ്പിസോഡ് അതിനകത്തുണ്ടായിരുന്നു. അതായത് ബല്ലു മറ്റേ എവിടെയോ പോകുമ്പോൾ ബല്ലുവിന് മറ്റേ ഒറ്റയ്ക്കാണ് പോകുന്നത്, കിറ്റ് കൂടെയില്ല, പുള്ളി ഒറ്റയ്ക്കാണ് ഒരു കാർഗോ മിഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ തലയ്ക്ക് എന്തോ അടി എങ്ങാണ്ട് കിട്ടും. പുള്ളി മറന്നുപോകും, പുള്ളി പൈലറ്റാന്നുള്ള കാര്യം മറന്നു. പുള്ളിക്കത് ഓടിക്കാൻ ഓർമ്മ കിട്ടുന്നില്ല എങ്ങനെയാന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഭയങ്കര ടർബ്യുലൻസ് ആണ്. അപ്പോൾ റേഡിയോയിൽ ഒരു സൗണ്ട് കേൾക്കും. പുള്ളി ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരാൾ ഗൈഡ് ചെയ്യും ഇവനെ, അതായത് ഇന്ന സ്ഥലത്തേക്ക് നിനക്കറിയാം, നീ പൈലറ്റാണ്, പക്ഷെ നീ അത് ഇരിക്കുന്ന നിനക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ധൈര്യം കൊടുത്ത് അവസാനം ഒരു എയർ സ്ട്രിപ്പിൽ ലാൻഡ് ചെയ്യും. വളരെ ഡെസൊലേറ്റ് ആയ ഒരു സ്ഥലത്ത് ഒരു എയർ സ്ട്രിപ്പ്. അവിടെ ഒരു വയസ്സൻ, ഒരു വടികുത്തി നടക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ പഴയൊരു പൈലറ്റാണെന്ന് പുള്ളിയുടെ അവിടുത്തെ ബാഡ്ജൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇയാളെ ഇങ്ങനെ ഇവൻ പതുക്കെ ഗൈഡ് ചെയ്ത് ഫിയർ ഓഫ് ഫ്ലൈയിങ് മാറ്റി കൊടുക്കും. പതുക്കെ ബലൂന് ഓർമ്മ വരും ഞാൻ പൈലറ്റ് ആയിരുന്നു എന്നുള്ള കാര്യം. പുള്ളി അവസാനം അവിടെ നിന്ന് വിട്ടു പോകും. പക്ഷെ പിന്നെ പുള്ളി തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു എയർ സ്ട്രിപ്പ് അവിടെ ഇല്ല.
ഓക്കെ, അത് ഒരുപാട് കാലം മുമ്പ് ഒഴിവാക്കിയ ഒരു സ്ഥലമാണ്. ഇങ്ങനത്തെ ഒരാളില്ല. ആ എപ്പിസോഡിന് ഹിന്ദി നെയിം ഫരിഷ്ത എന്നായിരുന്നു. ഈ ബ്ലാക്ക് എയ്റോപ്ലെയിൻ സിമിലർ ആണ്. കാരണം ഇതേപോലെ രാത്രി പെട്ടുപോകുന്നൊരു, അതൊരു റിയൽ ഇൻസിഡന്റ് ആണെന്നാണ് പറയുന്നത്. അതായത് വേൾഡ് വാറിന്റെ സമയത്തും കണ്ട് ഇതുപോലെ രാത്രി ദിശ അറിയാണ്ട് പെട്ടുപോകുന്നൊരു ഒരു പ്ലെയിനിനെ ഇതുപോലൊരു എയർപ്ലെയിൻ, വേറൊരു ബ്ലാക്ക് കളർ എയർപ്ലെയിൻ ഗൈഡ് ചെയ്ത് അവരൊരു റൺവേയിൽ കൊണ്ട് ഇറക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് ആ ബോംബിങ്ങിന്റെ സമയത്താണ്, അതിന് മറ്റേ ലണ്ടൻ ബോംബിങ്ങിന്റെ ടൈമിലും കണ്ടാണ്. അതുപോലെ അവർ ആ സമയത്ത് ഇവർ ഇങ്ങനത്തെ ഒരു ഫ്ലൈറ്റ് സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരു സംഭവമാണ് അത്, ബ്ലാക്ക് എയർപ്ലെയിൻ. അപ്പൊ ഇതൊക്കെ എനിക്ക്, പിന്നെ എനിക്കറിയില്ല, ജെന്റിൽമാൻ മറ്റേ ബർട്രൻ റസലാണോ എന്ന് എനിക്കറിയില്ല, അതോ റോൾഡ് ഡാലോ എന്ന് അറിയില്ല, ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു അമ്മയും മോളും കൂടി ഇങ്ങനെ ബ്രിട്ടീഷ് ഇത് തന്നെയാണ്, ലണ്ടനിലും കണ്ടാണ്, സ്ട്രീറ്റിൽ നടക്കുമ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു റോൾഡ് ഡാലാന്ന് തോന്നുന്നു, അംബ്രല്ല മാൻ. മറ്റേ ആളെങ്ങനെയുണ്ടെന്ന് പറയുന്ന പരിപാടി. എന്നിട്ട് അവസാനം ഇവരാ പബ്ബിൽ കയറി ഇറങ്ങുമ്പോ പബ്ബിൽ നിന്ന് പുള്ളി മറ്റൊരു അംബ്രല എടുത്തിട്ട് ഇറങ്ങി പോകുന്ന ഒരു സംഭവമല്ലായിരുന്നു. ഈ കഥ എനിക്ക് ആദ്യമായി പറഞ്ഞു തന്ന ലേഖയാണ് മൈസൂർ വെച്ച്. എനിക്ക് ഓർമ്മയുണ്ട് ആ ഷൂവിന്റെ കാര്യം നീ പറഞ്ഞ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓക്കെ, എനിവേ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. എനി ക്ലോസിംഗ് തോട്ട്സ്, എനിത്തിങ് ടു ആഡ്? നമ്മൾ ആരെയും മിസ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വേറൊരു എപ്പിസോഡ് ചെയ്യാം. Okay, but good fun. Thank you all. കാണാം. Bye bye. Bye. Bye.